കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തോട്ടയ്ക്കാട് സെൻറ് തോമസ് ഹൈസ്കൂളിന് മുന്നിലാണ്. ഇന്ന് ഈ സ്കൂളിൻ്റെ ആനുവൽ ഡേയും യാത്രയൊക്കെ നടക്കുകയാണ്. ഞാൻ പഠിച്ച എൻ്റെ സ്കൂൾ തന്നെയാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഏത് പരിപാടിക്ക് വിളിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. ഈ സ്കൂളിലോട്ട് കയറുന്നതിനൊരു ഭയങ്കര ത്രില്ലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ഇത് തോട്ടയ്ക്കാട് സെൻറ് തോമസ് ഹൈസ്കൂൾ. ദശാബ്ദങ്ങളായി തോട്ടയ്ക്കാടിൻ്റെ അഭിമാനമായി തുടരുന്ന ഈ സ്കൂളിൻ്റെ 88ാമത് വാർഷികവും അതോടൊപ്പം തന്നെ ഔദ്യോഗിക സേവനത്തിൽ നിന്ന് വിരമിക്കുന്ന രണ്ട് പ്രിയപ്പെട്ട അധ്യാപകരായ നമസ്കാരം. എല്ലാ ഒരുക്കങ്ങളായോ? ആണല്ലേ. ഈ സ്കൂളിലെ പ്രിയപ്പെട്ട രണ്ട് അധ്യാപകരായ ശ്രീമതി ജാൽ ടീച്ചറിന്റെയും ഹെഡ്മിസ്സസ് ആണ് ശ്രീമതി ആഷ്ലി മാത്യു. രണ്ടുപേരുടെ യാത്രയയപ്പ് സമ്മേളനമാണ് ഇന്ന് നടക്കുന്നത്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉച്ചയ്ക്ക് ശേഷം അരങ്ങേറുന്നതാണ്. ഈ സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റത് ശ്രീ ജോഷി ഫിലിപ്പാണ്, കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. അദ്ദേഹത്തിന് ഇന്ന് അസുഖം മൂലം അദ്ദേഹത്തിന് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അത് കാരണം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീമതി സിനിയു മാത്യു ആണ്, ജില്ലാ പഞ്ചായത്ത് അംഗം. അതോടൊപ്പം തന്നെ നമ്മുടെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാബു പുതുപ്പറമ്പിലാണ്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിന്റെ ദൃശ്യങ്ങളെല്ലാം നിങ്ങളൊന്ന് കാണുക. ഈ ആനുവൽ ഡേയുടെ പ്രോഗ്രാം കൺവീനറായിട്ട് പ്രവർത്തിക്കുന്നത് ശ്രീ സജി മാത്യു ആണ്, ഇവിടുത്തെ അധ്യാപകനാണ്. അതുപോലെ തന്നെ ഈ സ്കൂളിന്റെ PTA പ്രസിഡന്റായിട്ട് ശ്രീ സതീഷ് കൊച്ചുകാരോട്ടാണ്, വെട്ടത്തോര സ്വദേശിയും എൻ്റെ ഒരു പ്രിയ സുഹൃത്തുമാണ്. Today is not just a day celebration, but a day filled with emotions, memories and gratitude. We gather here to rejoice in the glorious journey of our school and to honor two remarkable educators who have devoted their lives. 29 years as a dedicated teacher and 4 years as headmistress. And Mrs. Ashley Matthew, a dear teacher who has completed an inspiring 31 years of service. Their commitment, wisdom and love for students will remain forever etched in our hearts. Let us begin this special occasion with hearts full of respect, appreciation and thankfulness for their invaluable contribution to our school family. Once again, a warm welcome to everyone present here. Let the celebrations begin. Thank you, my dears. യാത്രയയപ്പ് സമ്മേളനത്തിന്റെയും ഔദ്യോഗികമായിട്ടുള്ള സമ്മേളനം ആരംഭിക്കുകയാണ്. Almighty, I invite our students to the stage for the prayer. 88ാമത് സ്കൂൾ വാർഷികവും യാത്രയയപ്പ് സമ്മേളനത്തിന്റെയും
ഔദ്യോഗികമായിട്ടുള്ള യോഗം നടപടികൾ ഇവിടെ സമാരംഭിക്കുകയാണ്. ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. കടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും സേവിപ്പാൻ ശക്തി നൽകണം, സത്യ ജീവിതം ധന്യമാക്കണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശുക്രിസ്തുവും എല്ലാമേകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ദൃഢമാക്കണം. സന്നിഹിതരായിരിക്കുന്ന ഏവരെയും ഔദ്യോഗികമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനായി സീനിയർ അധ്യാപിക ശ്രീമതി സിജി അനി മാത്യുവിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. തോട്ടയ്ക്കാട് സെന്റ് തോമസ് ഹൈസ്കൂളിന്റെ 88ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഇന്ന് ഈ വാർഷിക ആഘോഷത്തിന്റെ നിറവിൽ നിൽക്കുമ്പോൾ നമ്മുടെ വിദ്യാലയം നേട്ടങ്ങളുടെയും മികവിന്റെയും വിശാലമായ ജലാശയങ്ങൾക്ക് മേലെയാണ് ചിറകുവിടർത്തി നിൽക്കുന്നത് എന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. കാലാകാലങ്ങളായി ഇവിടെ സേവനം ചെയ്ത അധ്യാപകരുടെയും ഭരണ സംവിധാനങ്ങളുടെയും PTA-യുടെയും വിദ്യാർത്ഥികളുടെയും ലക്ഷ്യബോധത്തിന്റെയും അർപ്പണബോധത്തിന്റെയും മികവിലാണ് ഇന്ന് ഈ വിദ്യാലയം അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്നത്. ഈ വിദ്യാലയത്തിന്റെ സ്വപ്നങ്ങൾക്ക് ഊടും പാവവും നെയ്യാൻ ശ്രമിച്ച മാനേജ്മെന്റ്, മുൻ അധ്യാപക അനധ്യാപകര്, അതുപോലെ ഈ സ്കൂളിന്റെ ഇപ്പോഴത്തെ മാനേജരും മുൻ ഹെഡ് മിസ്ട്രസുമായ ജോസി ടീച്ചർ ഒക്കെ അവരോടെല്ലാം ഏറെ കടപ്പെട്ടിരിക്കുന്നു. ടീച്ചർക്ക് ആരോഗ്യപരമായ കാരണത്താൽ സ്കൂളിന്റെ ചുമതല നിർവഹിക്കാൻ സാധിക്കാത്തതിനാൽ മകൻ ശ്രീ റെജി മാത്യു ഇപ്പോഴും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അതിലേറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം സ്കൂൾ കെട്ടിടവും അതുപോലെ തന്നെ ഈ സ്കൂൾ ഓഡിറ്റോറിയവും ഒക്കെ വളരെ നന്നായിട്ട് വീണ്ടും ഭംഗിയായിട്ട് പുതുക്കി പണിതു തന്നു. സ്കൂളിനെ വിലമതിക്കാനാവാത്ത ഒന്ന് തന്നെയാണ്. അതിന് പ്രത്യേകമായ നന്ദി ജോസ് ടീച്ചറിനോടും അതുപോലെ ശ്രീ റിജി മാത്യുവിനോടും രേഖപ്പെടുത്തുന്നു. വാർഷികാഘോഷം ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദകരമാണ്. ഈ ആഹ്ലാദത്തിന്റെ നിറവിലും വലിയൊരു നൊമ്പരം ഉള്ളിലൊതുക്കിയാണ് ഇന്ന് ഇവിടുത്തെ കുട്ടികളും അധ്യാപക അനധ്യാപകരും ഈ വർഷം ഈ വിദ്യാലയത്തിൽ നിന്ന് പടിയിറങ്ങുന്നവരെ ഓർത്ത് 33 വർഷത്തെ സേവനത്തിന് ശേഷം ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന ഹെഡ് മിസ്ട്രസ് പ്രിയപ്പെട്ട ജ്വാല ടീച്ചർ, 31 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന പ്രിയപ്പെട്ട ആശ്രി ടീച്ചർ, രണ്ടുപേരും ഒരേ വീട്ടിൽ മരുമക്കളായി വന്ന് അവരുടെ തന്നെ സ്കൂളിൽ ജോലി ചെയ്ത് അവിടെ നിന്ന് വിരമിക്കുന്നു എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇന്ന് അവർക്ക് യാത്രാമങ്ങൾ നൽകാനും കൂടിയാണ് നാം എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അതുപോലെ SSLC പരീക്ഷ എഴുതുവാൻ തയ്യാറാകുന്ന കുട്ടികൾ, അവരും ഈ വർഷത്തെ പരീക്ഷ എഴുതിയതിനോടുകൂടി ഈ സ്കൂളിൽ നിന്ന് വിട പറയുകയാണ്. അവർക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് സ്വാഗതം അരുളുക എന്നുള്ള ഇനിൽ നിഷിദ്ധമായിട്ടുള്ള കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് ഈ സമ്മേളനത്തിന് അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് ഈ സ്കൂളിന്റെ PTA പ്രസിഡന്റ് ശ്രീ സതീഷ് KK-യാണ്. സ്കൂളിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു PTA ഈ വർഷം രൂപപ്പെടുത്തുവാൻ ശ്രീമാൻ സതീഷിന് സാധിച്ചു. സ്കൂളിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ വിചാരിക്കുന്നതിൽ ഉപരിയായിട്ട് ഒരു പടിയും കൂടെ മുന്നിൽ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രീ സതീഷ് ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ അതിനുള്ള മേൽനോട്ടം വഹിക്കുവാനായിട്ട് പറ്റുന്നു. ഉദാഹരണത്തിന് ഓണാഘോഷം ഞങ്ങൾ വളരെ ലളിതമായി ആഘോഷിക്കാമെന്ന് ഏറ്റപ്പോൾ ഓർത്തു. പക്ഷേ അദ്ദേഹം അതിനെ ഒരു വലിയ ഉത്സവമാക്കി മാറ്റുകയാണ് ഉണ്ടായത്.
ഈ മീറ്റിംഗിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന PTA പ്രസിഡന്റ് ശ്രീമാൻ സതീഷ് KK ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തിനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുവാൻ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോഷി ഫിലിപ്പ് വരുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആരോഗ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം അത് കാരണം പെട്ടെന്ന് വരുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ വന്നു ചേർന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സിനി മാത്യു ഇന്ന് ഈ മീറ്റിംഗിന്റെ ഉദ്ഘാടനം നടത്തുന്നതായിരിക്കും. ഈ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഏറെ സ്നേഹത്തോടെ ശ്രീമതി സിനി മാത്യുവിനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കരുണാകരൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അമരക്കാരൻ. കഴിഞ്ഞ വർഷവും ഞങ്ങളുടെ ആനിവേഴ്സറി ഞങ്ങളോടൊപ്പം സംബന്ധിച്ച് ഈ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്ന ശ്രീ സാബു പുതുപ്പറമ്പിൽ ഏറെ സ്നേഹത്തോടെ ആദരവോടെ പ്രിയപ്പെട്ട ശ്രീ സാബു പുതുപ്പറമ്പിലിനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സ്കൂളിന്റെ വാർഡ് മെമ്പറും പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ ശ്രീ രഘുവരൻ PS ഞങ്ങളുടെ സ്കൂളിന്റെ വിവിധങ്ങളായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളുടെ ഒപ്പം ഇനി ഉണ്ടാകും എന്ന ഏറെ പ്രതീക്ഷയോടെ ഹൃദയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയും സൗത്ത് പാമ്പാടി സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ചിന്റെ വികാരിയും ആയ റവറൻഡ് ഫാദർ അനി കുര്യാക്കോസ്. ഞങ്ങളെല്ലാം അനിയച്ചൻ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്റ്റുഡന്റ്. പ്രിയ അച്ഛൻ ഞങ്ങളുടെ സ്കൂളിന്റെ ഏത് കാര്യത്തിലും എപ്പോൾ ഞങ്ങൾ പെട്ടെന്നായിരിക്കും ഒരു വിളി അനിയച്ചനെ വിളിക്കുന്നത്. എന്നാൽ പോലും അദ്ദേഹം ഒരു മുടക്കവും കൂടാതെ പ്രിയപ്പെട്ട അച്ഛൻ ഞങ്ങളുടെ ഒപ്പം ഉണ്ടാകും. വളരെ സന്തോഷം അച്ഛ. പ്രിയ അച്ഛനെ ഏറെ ആദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടുത്തെ മുൻ അധ്യാപകനായിരുന്ന ഡോക്ടർ ജോൺ ഫിലിപ്സ് മാത്യു. ഞാനിവിടെ ജോലി കയറിയ സമയത്ത് സ്കൂളിന്റെ എല്ലാവിധ കാര്യങ്ങൾക്കും വളരെ നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട സാർ. പിന്നീട് ലീവ് എടുത്ത് മസ്കറ്റില് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് തന്നെ വലിയ ആളായിട്ട് ജോലി ചെയ്ത് വീണ്ടും ഇവിടെ വന്ന് റിട്ടയർ ചെയ്തു. സാറ് ഇവിടെ ആശംസകൾ അറിയിക്കുവാനായിട്ട് എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സാറിനെ, ജോൺ സാറിനെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മാർച്ച് 31 33 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന ബഹുമാനപ്പെട്ട ഹെഡ് മിസ്റ്റേഴ്സ് ജ്വാല ടീച്ചർ, 31 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന ആഷ്ലി ടീച്ചർ, രണ്ടുപേരും ഒരുമിച്ച് ഈ സ്കൂളിൽ നിന്ന് വിരമിക്കുന്നു, ഒരേ ദിവസം തന്നെ വിരമിക്കുന്നു എന്നത് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടം തന്നെയാണ്. എങ്കിലും ഇനിയും സ്കൂളിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തന്നെയാണിവർ. എല്ലാ കാര്യങ്ങളിലും ഇവിടെ ഒപ്പമുണ്ടാകും, ഇവിടുത്തെ സ്റ്റാഫിന്റെ കുട്ടികളുടെ ഒപ്പമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. എൻ്റെ പ്രിയ കൂട്ടുകാരികൾ, ഈ സ്കൂളിന്റെ ഹെഡ്മിസ്ട്രസ് ജ്വാല ടീച്ചറിനെയും ആഷ്ലി ടീച്ചറിനെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ സമ്മേളനത്തിൽ വന്നെത്തിയിരിക്കുന്ന പൂർവ്വ അധ്യാപക അനധ്യാപകർ, സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, സ്കൂളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ, ഇനിയും വരുവാനുണ്ട്. വൈകുന്നേരം വരെ കുട്ടികളുടെ പരിപാടികളൊക്കെ ആയതിനാൽ പതിയെ വരാമെന്നുള്ളൊരു കണക്കൂട്ടലിലാണ് ഇരിക്കുന്നത്. അവരെല്ലാവരും എത്തിച്ചേരും. ഈ മീറ്റിംഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികൾ
BA ട്രെയിനിങ്ങിനായിട്ട് 2 വർഷം കടന്നു വന്ന ടീച്ചേഴ്സ് അവരെല്ലാവരും വന്നെത്തിയിട്ടുണ്ട്. ഞങ്ങളുമായിട്ടുള്ള സഹകരണം ഞങ്ങൾക്ക് വിലമതിക്കാനാവാത്ത ഒന്ന് തന്നെയാണ്. അവരുടെ സ്നേഹം എപ്പോഴും ഞങ്ങളോടുണ്ടാവും. ഞങ്ങൾക്കറിയാം. അവരെല്ലാവരും കടന്നു വന്നിട്ടുണ്ട്. ഈ വാർഷിക യോഗത്തിലേക്ക് അവരെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പ്രിയ സഹപ്രവർത്തകർ, സ്കൂളിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും ഒരുമിച്ച് നിന്ന് ഇവിടുത്തെ പഠന പാഠ്യോത്തര പ്രവർത്തനങ്ങളെല്ലാം തന്നെ കോട്ടയം ജില്ലയിലെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളാക്കി നമ്മുടെ സ്കൂളിൻ്റെ കാഴ്ചവെക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ, അധ്യാപകരുടെ, അനധ്യാപകരുടെ എല്ലാവരുടെയും ഒരു വലിയ കൂട്ടായ്മ ഉണ്ട്. ആ കാര്യത്തിൽ സംശയമില്ല. എല്ലാവരും എത്തിച്ചേർന്ന എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, അവരെല്ലാവരും ഈ സ്കൂളിന്റെ വാർഷിക ആഘോഷത്തിന്റെ തിമിർപ്പിലാണ്. ഉച്ചകഴിഞ്ഞുള്ള കലാപരിപാടികൾക്കായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവരെ എല്ലാവരെയും, പ്രത്യേകിച്ച് SSLC പരീക്ഷ എഴുതുന്ന കുട്ടികൾ, അവരെ ഈ സ്കൂളിൽ നിന്ന് ഈ വർഷം വിട പറയുവാണ്. അവരെല്ലാവരും നല്ല മാർക്കോടുകൂടി ജയിക്കട്ടെ എന്ന വിജയാശംസകളും നേരുന്നു. എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ വന്നു ചേർന്ന ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാം കവറപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ വിനോദിയേട്ടൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി സി ടീച്ചർ. The journey of a year is best measured through its milestones and achievements. I now request Mrs. Manju Mariam George to present the school annual report for the academic year. ബഹുമാനിയരെ, 1937 ആദരണീയനായ ഫാദർ PM ഫിലിപ്പോസ് കുത്തേട്ടുകടപ്പിൽ സ്ഥാപിച്ച ഈ സ്കൂൾ 87 വർഷങ്ങൾ പൂർത്തീകരിച്ച് ഇന്ന് 88ാം വർഷത്തിലും ഈ ദേശത്ത് അനേകർക്ക് വിദ്യ പകർന്നു നൽകുന്ന കാലാലയത്തിന്റെ ജൈത്രയാത്ര തുടരുന്ന ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട സ്ഥാപകനെയും സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ച മുൻ പ്രഥമ അധ്യാപകരെയും അനധ്യാപകരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും ഓർത്തുകൊണ്ട് സ്കൂളിന്റെ 2025-26 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് സമർപ്പിച്ചുകൊള്ളുന്നു. പ്രവേശനാശംസകൾ. സ്തുത്യർഹമായ സേവനത്തിന് ശേഷം ഈ വർഷം അധ്യാപന ജോലിയിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക ആഷ്ലി മാത്യു കെയ്ക്കും സ്കൂളിനെ ഏറ്റവും നല്ല രീതിയിൽ നയിച്ച പ്രധാന അധ്യാപിക ശ്രീമതി ജാല ചാക്കോയ്ക്കും സെന്റ് തോമസ് സ്കൂൾ കുടുംബത്തിന്റെ എല്ലാവിധ പ്രാർത്ഥനാ മംഗളാശംസകളും നേരുന്നു. ഇവർക്ക് നല്ല വിശ്രമ ജീവിതം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. തോട്ടക്കാട് സെന്റ് തോമസ് ഹൈസ്കൂളിന്റെ 2025-26 അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങളിൽ സഹകരിച്ച സ്കൂൾ മാനേജ്മെന്റിനോടും എല്ലാ അനധ്യാപകരോടും സ്കൂൾ PTA ഭാരവാഹികളോടും പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയ്ക്കും രക്ഷകർത്താക്കളോടും സമീപവാസികളോടും ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു. എല്ലാറ്റിനുമുപരി കഴിഞ്ഞ 87 വർഷങ്ങൾ നമ്മളെ നടത്തിയ സർവേശ്വരന് എല്ലാ നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സവിനയം പൊതു അറിവിലേക്കും അംഗീകാരത്തിനുമായി സമർപ്പിച്ചുകൊള്ളുന്നു. നന്ദി. വേദിയെ സമ്പന്നമാക്കുന്ന വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട അധ്യാപകർ, പ്രിയ രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, ഒപ്പം പുതുപ്പള്ളി ടുഡേ ലൈവിൻ്റെ ആദരണീയനായ എൻ്റെ സുഹൃത്ത് ശ്രീ വിനോദ് PG, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഞാൻ നമസ്കാരം പറഞ്ഞില്ല, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഇല്ല, എല്ലാവരും ഉറങ്ങുവാണോ? ഓൾ സ്റ്റാൻഡ് അപ്പ്, സിറ്റ് ഡൗൺ. ഞാനിത് പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളോട് അധ്യാപകർ എപ്പോഴും പറയാറുള്ളതല്ലേ ഇത്, ഓൾ സ്റ്റാൻഡ് അപ്പ്, സിറ്റ് ഡൗൺ ഒക്കെ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു അധ്യാപകനാകുക എന്നത്. അപ്പം ഇപ്പോഴെല്ലാം അതൊന്ന് പറഞ്ഞു നിങ്ങളത് അനുസരിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, എൻ്റെ ആഗ്രഹം സാധിച്ചില്ല, പക്ഷേ ആ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് എൻ്റെ മോളെ ഞാൻ ടീച്ചറാക്കി. നല്ലൊരു കാര്യമല്ല, എനിക്കൊന്ന് കൈയടിക്കരുതോ? അതാ ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഉറങ്ങുവാണോ? നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ നിങ്ങളെക്കുറിച്ച് ഓരോ സ്വപ്നങ്ങളില്ലേ? ഉണ്ടോ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണോ? സ്വപ്നം ഉണ്ടോ?
ഉണ്ട്. അപ്പോൾ ആ സ്വപ്നങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കുറച്ച് പേരൻസ് എത്തിയിട്ടുണ്ട്. അവരോടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ മക്കൾ നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് ഉയരണമെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കണം, അവരുടെ കൂടെ കൂടണം, അവരോടൊപ്പം നടക്കണം. അവർ വിളിക്കുന്നിടത്ത് നമ്മൾ ചെല്ലണം. അല്ലെ അവർ പറയുന്ന സാധനം വാങ്ങിക്കൊടുത്തു എന്നതുകൊണ്ട് മാത്രം ഒരിക്കലും നമ്മളൊരു നല്ല രക്ഷകർത്താവോ അല്ലെ നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് അവരെ എത്തിക്കാനോ നമുക്ക് സാധിക്കില്ല. ഇന്ന് ഇത്രയും കുട്ടികൾ ഇവിടെ ഇരിക്കുമ്പോൾ എത്ര വിരലിലുണ്ടാവുന്ന പേരൻസ് മാത്രമാണ് ഇതിവിടേക്ക് കടന്നു വന്നിട്ടുള്ളത്. നിങ്ങളാരും പറഞ്ഞില്ലേ അച്ഛനും അമ്മയും പറഞ്ഞോന്ന്? പറഞ്ഞിരുന്നോ? പിന്നെന്തേ വരാഞ്ഞ? അവധി കിട്ടിയില്ലല്ലേ? സാരമില്ല, നമുക്ക് കുറച്ച് പേരുടെ പേരൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ വരാൻ കൂടുതലും പേരൻസിന് മടിയുണ്ടാവും. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? എന്താണെന്ന് നിങ്ങൾക്ക് അറിയരുതോ? ഇവിടെ മിഡ് ടൈം പരീക്ഷ കഴിയുമ്പോഴത്തേന് ഞാൻ എൻ്റെ വീട്ടിൽ നടക്കുന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് പറയുന്നത്. പ്രോഗ്രസ് കാർഡ് ഒപ്പിടണം. ദൈവമേ, ഞാൻ ഏത് മുഖമായിട്ട് ഇല്ല ടീച്ചർമാരുടെ മുമ്പിലേക്ക്? അച്ഛനും അമ്മയും, എൻ്റെ വീട്ടിലാണ് എൻ്റെ അമ്മ, സോറി എൻ്റെ അമ്മയല്ല, എൻ്റെ മോൻ്റെ അമ്മ പറയുന്ന ഒരു ഡയലോഗാണ്. അപ്പോൾ ഇനി അതുണ്ടാവരുത്. അഭിമാനത്തോടെ ഇവിടെ ടീച്ചർ മീറ്റിംഗ് ഒക്കെ കഴിയുമ്പോൾ ചോദിക്കും, ആരുടെയൊക്കെ വീട്ടിൽ നിന്നാണ് പേരൻസ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റണം, എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? അഭിമാനത്തോടെ അവർ ഈ സ്കൂളിൻ്റെ ഗേറ്റ് കടന്നു വരാനുള്ള ഒരു സാഹചര്യം നിങ്ങളും ഉണ്ടാക്കണം. എന്താണെന്ന് വെച്ചാൽ നല്ലവരായിട്ട് വളരണം. അധ്യാപകർ പറയുന്ന അനുസരിച്ച് വലിയ നേട്ടങ്ങൾ, വലിയ സ്വപ്നങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന സഞ്ചാരികളാകണം നിങ്ങൾ. അതിനുള്ള വെള്ളവും വളവും ഒക്കെ നൽകാനായിട്ട് നമ്മുടെ ആത്മാർത്ഥതയുള്ള അർപ്പണബോധമുള്ള ഒരുപറ്റ അധ്യാപകർ നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ? എന്നെ കഴിഞ്ഞും കൂടുതൽ അറിയാവുന്നതല്ലേ? അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അധ്യാപകനായിരിക്കണം എന്നായിരുന്നു എൻ്റെ മോഹം. അതായത് ഇവിടെ ജോൺ സാറ്, സജി സാറ്, തോമസ് സാറ്, നൈനാൻ സാർ, അങ്ങനെ ഒരുപാട് റോൾ മോഡലുകൾ എനിക്കുണ്ടായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ ഒരു റോൾ മോഡലിനെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. അവരിലേക്കാവണം നിങ്ങളുടെ സഞ്ചാരം. ഇന്ന് ഇതൊന്നും പറയേണ്ട വേദിയല്ല, കാരണം നമ്മുടെ 88ാമത് വാർഷികാഘോഷവും ആനുവൽ ഡേ സെലിബ്രേഷനാണ് നടക്കുന്നത്. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണ്ടല്ലോ, എല്ലാവരും ഗ്ലൂമി ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. ഒരിക്കൽ കൂടി ഒന്ന് കൈയടിച്ചേ. ചിരിക്കുന്ന മുഖത്തോടെ ഇരിക്കും, നല്ല ശലഭങ്ങളെ പോലെ നിങ്ങൾ ഓരോരുത്തരും ഇന്നത്തെ ഈ യൂണിഫോമിലൊക്കെ കാണുന്നത്. അങ്ങനെയല്ല ടീച്ചറെ? അതെ, ഭംഗിയുണ്ട്. അപ്പോൾ ആ ഒരു പ്രസൻസ് നിങ്ങളുടെ മുഖത്ത് വരണം കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവുമെന്നറിയാം. എന്താ? നമ്മുടെ 2 പ്രിയപ്പെട്ട അധ്യാപകർ, നമ്മുടെ HM, അതുപോലെ തന്നെ ആഷ്ലി ടീച്ചറും ജാലി ടീച്ചറും താൽക്കാലികമായി സ്കൂളിൽ നിന്ന് വിടവാങ്ങുന്നൊരു സങ്കടമുണ്ടോ? സന്തോഷമാണോ? എങ്കിൽ സന്തോഷിക്കേണ്ട. ടീച്ചർമാർ 2 പേരും ഇവിടെ വിട്ട് എങ്ങോട്ടും പോകുന്നില്ല. ഒരു സിസ്റ്റമാണ് റിട്ടയർമെൻ്റ് എന്നുള്ളത്. ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് താൽക്കാലികമായി വിരമിക്കുന്നു എന്നേ ഉള്ളൂ. അവർ ഈ സ്കൂളിനോടൊപ്പം ഉണ്ടാവും, നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഇപ്പം സങ്കടം തോന്നുന്നുണ്ടല്ലേ? വേണ്ടായിരുന്നു തോന്നുന്നുണ്ടോ? എന്തേലും ഒന്ന് പറഞ്ഞേന്നേ, മിണ്ടാതിരിക്കുക. എന്നാൽ ഒന്ന് കൈയടിച്ചേ. ഓക്കെ, ടീച്ചർമാർ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം അല്ലേ? അപ്പം ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് ഈ ഒരു വേദിയിൽ, ഞാൻ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണെന്ന് നിങ്ങൾക്ക് ഏറെക്കുറെ അറിയാവുന്ന കാര്യമാണ്, ഇതുപോലൊരു വേദിയിൽ നിന്ന് സംസാരിക്കാൻ, എൻ്റെ അധ്യാപകരോടൊപ്പം ഇരിക്കുവാനായിട്ട്, ബഹുമാനപ്പെട്ട അച്ഛനോടൊപ്പം ഇരിക്കുവാനായിട്ടൊക്കെ ഒരു അവസരം കിട്ടി. അതെൻ്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. എന്തായാലും ഇന്നത്തെ ഈ ഒരു വേളയിൽ ഇവിടേക്ക് കടന്നു വന്ന എല്ലാ വ്യക്തികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് ഇനി നാളെയുടെ വാഗ്ദാനങ്ങളായി വളരുന്ന എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹം അർപ്പിച്ചുകൊണ്ട് ഇന്ന് ഇവിടേക്ക് കടന്നു വന്ന മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു ഉദ്ഘാടന മാമാങ്കത്തിനായി ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും ഇവിടെ വാങ്ങുന്നു. താങ്ക് യു ഓൾ. Now, it is our great honor to invite Ms. Sini Matthew, District Panchayat President and former student of our St. Thomas High School, to the dais for a few words and to inaugurate today's program. We warmly welcome you, ma'am, and request you to inaugurate this auspicious occasion. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും ഇവിടുത്തെ PTA പ്രസിഡന്റുമായിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട സതീഷ് KK, പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറെ പ്രിയപ്പെട്ട പ്രസിഡന്റ് സാബു പുതുപ്പറമ്പൽ അവർകൾ, ഏറെ പ്രിയപ്പെട്ട റവറൻഡ് ഫാദർ അനിയച്ചൻ, ഈ വാർഡിൻ്റെ മെമ്പർ രഘുവരൻ, ഈ സ്കൂളിൻ്റെ റിട്ടയർ മുൻ അധ്യാപകൻ ഡോക്ടർ ജോൺ ഫിലിപ്പ് മാത്യു സാറ്, ഈ സ്കൂളിൽ നിന്ന് ഈ വർഷം വിട പറയുന്ന ജ്വാല ടീച്ചറും ആഷ്ലി ടീച്ചർ, സ്നേഹമുള്ള അധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ,
വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ സ്കൂളിൻ്റെ ഈ 88ാമത് യാത്രയയപ്പ് സമ്മേളനത്തിലും സ്കൂൾ വാർഷികത്തിലും ഞാനിവിടെ നിൽക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. കുഞ്ചുസാറും ടീച്ചറുമൊക്കെ എന്നെയും ഇവിടെ പഠിപ്പിച്ചതാണ്. വളരെ സന്തോഷമുണ്ട് ഇന്നിവിടെ ഇങ്ങനെ ഒരു അനുമോദന മീറ്റിങ്ങിൽ നിൽക്കുമ്പോൾ. നമുക്കറിയാം, ഏതാണ്ട് 88 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെയുള്ള ഒരു സ്കൂൾ ഇവിടെ സ്ഥാപിക്കണമെങ്കിൽ ഇതിനു വേണ്ടി പരിശ്രമിച്ച മൺമറഞ്ഞു പോയ പലരും ഇവിടെ ഉണ്ട്. നമുക്കറിയാം, അവരെയെല്ലാം ഓർത്തുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ നിന്ന് പറഞ്ഞുകൊള്ളട്ടെ. 88 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെയുള്ള ഒരു സ്കൂൾ ഇവിടെ സ്ഥാപിക്കുമ്പോൾ ഇവിടെ അന്ന് കെട്ടിടങ്ങളുടെ ഒരു പരിമിതി ഉണ്ടായിരുന്നു. നമുക്കറിയാം, അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കുട്ടികൾ ഇവിടെ പഠിക്കുവാനുണ്ടായിരുന്നു. അന്ന് കെട്ടിടങ്ങളായിരുന്നു പരിമിതം. ഇന്ന് കെട്ടിടങ്ങളുണ്ട്, എന്നാൽ പഠിക്കുവാനുള്ള കുട്ടികളുടെ പരിമിതമാണ് നമ്മുടെ പല സ്കൂളുകളിലും ഇന്ന് കണ്ടുവരുന്നത്. എന്നാൽ നമുക്കറിയാം, ഇന്നത്തെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഏത് സ്കൂളിൽ പഠിച്ചാലും ആ കുട്ടികളെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ഉള്ളിലുള്ള കഴിവുകളെ കണ്ടെത്തി, അവരുടെ ഉള്ളിലുള്ള കഴിവുകൾ എന്തെന്ന് കണ്ടെത്തി അവരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന അധ്യാപകരെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ അവരുടെ കഴിവുകൾ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരുടെ കഴിവുകൾ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് സമ്മാനമായി വാരിക്കൂട്ടുന്ന അധ്യാപകരെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അധ്യാപകരെല്ലാവരും അവരോട് ചേർന്ന് നിന്നുകൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് പലരെ അറിയാം. അവരുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവരുടെ മാതാപിതാക്കളുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് ചേർന്ന് നിന്നുകൊണ്ട് പോകുന്ന അധ്യാപകരാണ് ഇന്ന് ഉള്ളത്. വളരെയധികം സന്തോഷമുണ്ട്. നമുക്കറിയാം, ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം യുവതലമുറ എന്ന് പറയുന്നത് അവര് കമ്പ്യൂട്ടറിന്റെയും ലാപ്ടോപ്പിന്റെയും അതുപോലെ തന്നെ മൊബൈലിനുമൊക്കെ അടിമയായിട്ടുള്ള കുട്ടികളാണ്. അവരെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് അധ്യാപകർക്ക് നമുക്കറിയാം ബുദ്ധിമുട്ടുകൾ പലതുണ്ട്. പണ്ടൊക്കെ സ്കൂളിൽ പഠിച്ച് ഞങ്ങളൊക്കെ പഠിച്ച കാലത്താണെങ്കിൽ സ്കൂളിൽ നിന്ന് വിട്ടുപോയി കോളേജിലൊക്കെ പഠിച്ചു. അതിനുശേഷം ഇന്ന് ഒരു സ്കൂൾ കൂട്ടായ്മയുണ്ട്. ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെ ജീവിച്ചിരിക്കുന്നവരെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് സ്കൂൾ കൂട്ടായ്മയൊക്കെ ഞങ്ങൾ കൂടാറുണ്ട്. എന്നാൽ ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ വിരൽത്തുമ്പിൽ തുടങ്ങി വിരൽത്തുമ്പിൽ അവസാനിക്കുന്ന സൗഹൃദങ്ങളാണ് കൂടുതൽ. അങ്ങനെ ആയാൽ പറ്റില്ല. പകരം നന്നായിട്ട് മുന്നോട്ട് പോയി നിങ്ങളുടെ ശിഷ്ടജീവിതം നന്നായിട്ട് നിങ്ങൾ കോളേജിലുമൊക്കെ പഠിച്ച് നല്ലൊരു യുവതലമുറ ഇവിടെ പഠിച്ച പല വിദ്യാർത്ഥികളും നല്ല രീതിയിൽ നല്ല അധ്യാപകരുണ്ട്, ഡോക്ടർമാരുണ്ട്, സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെല്ലാം മുൻനിർത്തി പോയവരാണ്. അതുപോലെ നിങ്ങളെല്ലാവരും നന്നായിട്ട് മുന്നോട്ട് വരുവാൻ വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് പറയുകയാണ്. അതുപോലെ തന്നെ ഇവിടെ യാത്രയയപ്പ് നൽകുന്ന 2 അധ്യാപകരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരാൾ 33 വർഷവും ഒരാൾ 31 വർഷവും ഈ സ്കൂളിന് വേണ്ടി സേവനം അനുഷ്ഠിച്ചവരാണ്. നമുക്കറിയാം, അത് വലിയൊരു കാലയളവ് തന്നെയാണ്. അവരെ സംബന്ധിച്ച് അവർ മറ്റൊരു ജീവിത സാഹചര്യത്തിൽ പഠിച്ചു വളർന്ന് BEd നേടി അതിനുശേഷം ഈ തോട്ടയ്ക്കാട്ടേക്ക് വന്ന് ഈ സ്കൂളിലെ അധ്യാപകരായിട്ട് നമ്മളെ എല്ലാവരെയും പഠിപ്പിച്ചവരാണ്. അത് വലിയൊരു കാലയളവ് തന്നെയാണ്. അവരുടെ ശിഷ്ടജീവിതം അവരുടെ കുടുംബത്തോടൊപ്പം നന്നായിട്ട് ആയുസ്സാരോഗ്യത്തോടുകൂടി ജീവിക്കുവാൻ വേണ്ടി അവർക്ക് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ സ്കൂൾ വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ടും നിർത്തട്ടെ. നന്ദി, നമസ്കാരം.
ആസ്പദമാക്കിക്കൊണ്ട് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സാബു പുതുപ്പറമ്പിൽ പുതുപ്പള്ളി പഞ്ചായത്ത് പള്ളം ബ്ലോക്കിൽ തന്റെ സേവന സന്നദ്ധത കൊണ്ട് നിലയുറപ്പിക്കുകയും കെ കരുണാകരൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രധാന ഭാരവാഹിയുമായ ശ്രീ സാബു പുതുപ്പറമ്പിൽ അവരുടെ മുഖ്യ പ്രഭാഷണത്തിനായി സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിൻ്റെ 88ാമത് വാർഷികവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാന്യരായ കുട്ടികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ ഓഡിറ്റോറിയത്തിൽ നിൽക്കുന്നത്. കാരണം ഈ ഓഡിറ്റോറിയം ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് താമസിക്കുന്ന വൈറ്റ് ഹൗസ് പോലെ ബോഡി പിടിപ്പിച്ച് നല്ല മനോഹരമാക്കിയിരിക്കും. അതിനായി സ്കൂൾ മാനേജ്മെന്റിനെയും PTA ഞാൻ പ്രത്യേകം അനുമോദിക്കും. നമ്മുടെ സ്കൂളിൽ നിന്നും ഹെഡ് മിസ്സസായി സുദീർഘമായ സേവനമനുസരിച്ച് കടന്നു പോകുന്ന 2 മകൻ വ്യക്തിത്വങ്ങൾ ഇന്ന് നമ്മളോടൊപ്പം വേദിയിലുണ്ട്. ഞാൻ ആ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു. ഈ ദേശത്തിന്, നമ്മുടെ പഞ്ചായത്തിന് മാതൃകയായ ഒരു കുടുംബം. നമ്മുടെ ബഹുമാന്യനായ പുത്തട്ടുകടുപ്പിൽ അച്ഛൻ ഈ സ്കൂൾ ഇവിടെ ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വളരെ വലുതായിരുന്നു. ഈ ദേശത്തെ പട്ടിണി പാവങ്ങളായ ആളുകൾക്ക്, അവരുടെ മക്കൾക്ക് പഠിക്കാൻ ഒരു അവസരം കൊടുക്കുക എന്നുള്ള കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് ആ കുടുംബം ഇന്നും പിന്തുടരുന്നു. ആ കുടുംബത്തിലെ ബഹുമാന്യരായ ജാല ടീച്ചറും ആഷ്ലി ടീച്ചറും സ്കൂളിൽ നിന്നും പടിയിറങ്ങിയാണെങ്കിലും അവരെ ഈ സ്കൂളിന് തൊട്ടടുത്ത് തന്നെ കുടുംബ വീടുകളിലുണ്ട്. അവരിവിടെ ഉണ്ടാകും നമ്മളോടൊപ്പം. ആ പ്രത്യാശ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പടിയിറങ്ങുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടെങ്കിലും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഈ സ്കൂളിനോടൊപ്പം, ഇവിടുത്തെ കുട്ടികളോടൊപ്പം, സഹ അധ്യാപകരോടൊപ്പം, PTA അവരുണ്ടാകും. അവർക്ക് ഭാവി ജീവിതം സുദീർഘമായ ജീവിതമായി നയിക്കുവാൻ ഈശ്വരൻ്റെ എല്ലാ ആശ്വാസങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 2 അധ്യാപകർക്കും ഒരിക്കൽ കൂടി നന്മയുടെ വാടാമലരുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്. എറിയാട് സ്കൂളിൽ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് എന്നെ പോകാൻ കൂടി അനുവദിക്കണമെന്ന് സൂചിപ്പിക്കുന്നു. Thank you very much, sir. Now, I invite Ria Maria Bijo to grace the stage with a song. Thank you, Ria, for that melodious song. ഔദ്യോഗികതയുടെ നിയമാവലി കൂട്ടിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരെ ആദരിക്കുന്ന സുമുഹൂർത്തം സമാഗതമായിരിക്കുന്നു. അധ്യാപനവും പിന്നീട് 4 വർഷങ്ങൾ പ്രധാന അധ്യാപികയായും തന്റെ ഔദ്യോഗിക ജീവിതം ധന്യപൂർണമാക്കി പിന്നിടുമ്പോൾ സെന്റ് തോമസ് ഹൈസ്കൂൾ കുടുംബത്തിന്റെ സ്നേഹോപഹാരങ്ങൾ ഏറ്റുവാങ്ങാൻ ജ്വാല ടീച്ചറിനെയും ഉപഹാരം നൽകുന്നതിനായി ശ്രീമതി സിനി മാത്യു അവരുകളെയും സാദരം ക്ഷണിക്കുന്നു. തന്റെ മുന്നിലെത്തുന്ന കുരുന്നുകളെ സൽസ്വഭാവരാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ 31 വർഷങ്ങളായി ഔദ്യോഗിക രംഗത്ത് കാർക്കശ്യത്തോടെ പെരുമാറുമ്പോഴും സ്നേഹത്തിന്റെ നിറകുടമായി നിലകൊള്ളുന്ന ആശ ടീച്ചർ സെന്റ് തോമസ് ഹൈസ്കൂളിൽ നൽകുന്ന സ്നേഹോപഹാരം ഏറ്റുവാങ്ങാൻ ആശ ടീച്ചറിനെ
വർഷം പുതിയതായിട്ട് എത്തിച്ചേർന്ന നമ്മുടെ 8B-യിലെ മിലൻ ഒരു ചിത്രം വരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അവനെ ഓടിപ്പോയിട്ടുണ്ട് എടുക്കാനായിട്ട്. ഉടനെ തന്നെ എത്തുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന അമൂല്യ നിമിഷങ്ങൾ സമാപനമായിരിക്കും. മിലന്റെ സ്നേഹോപഹാരങ്ങൾ അവന്റെ തൂലികയിൽ ചിത്രമായി ആവിഷ്കരിക്കപ്പെടുന്നു. ആ സ്നേഹോപഹാരങ്ങൾ ഏറ്റുവാങ്ങാൻ ജ്വാല ടീച്ചറിനെയും ആഷ ടീച്ചറിനെയും സാദരം ക്ഷണിക്കുന്നു. അതോടൊപ്പം അവന്റെ മനസ്സിൽ പതിഞ്ഞ ആ സ്നേഹചിത്രങ്ങളെ നമുക്ക് മുമ്പിൽ കാഴ്ചവെച്ചുകൊണ്ട് ഇതാ മിലൻ അവർക്കായി ആ സ്നേഹചിത്രം പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന അമൂല്യ നിമിഷങ്ങളാണ്. പുതുപ്പള്ളി ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് അംഗമായി തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീമതി സിനി മാത്യു നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായി നിലകൊണ്ട് പൊതുപ്രവർത്തന രംഗത്ത് ശ്രദ്ധേയമായ നിലയുറപ്പിച്ചു കഴിഞ്ഞു. തദവസരത്തിൽ നമ്മുടെ സ്കൂളിന്റെ സന്തോഷം പങ്കുവയ്ക്കുവാൻ സെന്റ് തോമസ് സ്കൂളിന്റെ ഉപഹാരം നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിക്ക് നൽകുന്നതിനായി ജ്വാല ടീച്ചറിനെ സാദരം ക്ഷണിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി നമ്മുടെ പ്രിയങ്കരിയായ സിനി മാത്യു അവர்களെയും സാദരം ക്ഷണിച്ചോളൂ. നമ്മുടെ സ്വദേശിയാണ്. നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ ആദരിക്കുന്നു. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം തോട്ടക്കാട് വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീ രഘുവരൻ PS തോട്ടക്കാട് ഗ്രാമത്തിന്റെ മുഖഛായയ്ക്ക് മോടികൂട്ടുന്ന പ്രവർത്തന പദ്ധതിയുമായി അക്ഷരം പ്രയത്നിക്കുന്ന ശ്രീ രഘുവരൻ PS അവരുടെ സെന്റ് തോമസ് ഹൈസ്കൂൾ കുടുംബത്തിന്റെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. ഉപഹാരം നൽകുന്നതിനായി നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള ആഷ ടീച്ചറിനെയും സാദരം ക്ഷണിച്ചോളൂ. Now we move on to the award distribution. It is my privilege to invite our dearest Ashley teacher to distribute the awards to our students who have shown exceptional talent in arts and sports. We may request ma'am to kindly come forward. Best Arts Performer of St. Thomas High School 2025-26 prize goes to Priya Maria Bijo of Standard 8. Next, Sports Starting of St. Thomas High School prize goes to Amal Biju of Standard 9. We are extremely proud to announce that our school has secured the Best Guides Unit Award for the year 2025-26 in Kottayam District, a recognition of the dedication and hard work of our guides and teachers. Best Guides Unit Award 2025-26 Kottayam District goes to St. Thomas High School, Thotakal. I request all the guides to kindly come forward to receive the prize.
Now, it is my privilege to invite Mrs. Jana Chakko, Headmistress, to distribute the awards to the Science Fair Sub-District Competition prize winners. The prize winners are Sharanya Selvaraj for fabric painting, A grade. Next, Nihal John Biju, Artinet Leaf Products Painting, A grade. Thank you very much, ma'am, for your support and encouragement. Now, it is my honor to invite Mr. John Philip Matthew, President of Kottayam District, formerly English Department Head, Ministry of Education, Muscat, Oman, to distribute the Kottayam Sub-District Kalotsavam prizes. I may request, sir, to kindly come forward. The prize winners are Mapalapattu Tamil, A grade goes to Sharanya Selvaraj. Folk dance, A grade goes to Riya Maria Bijo. Thank you very much, sir, for your gracious presence and encouraging our students. Now, it is my privilege to invite Mr. Raghuvaran P.S., Puthupalli Grama Panchayat member, to distribute the Excellence Award and the Best Outgoing Student Award for this academic year. May we request sir to kindly come forward. The award winners are Excellence Award goes to Revati Manoj, 10th standard. Best Outgoing Student Award goes to Amisha Anish, 10th standard. Thank you very much, sir. Now, it is my privilege to invite respected Father Ani Kuriakos to distribute the Proficiency Prize for this academic year. Class 8 Proficiency Prize goes to Savio Bipin. Class 9 Proficiency Prize goes to Kelsey Hannah Matthew. Thank you very much, Father, for your encouragement. നമ്മുടെ ഈ യാത്രയപ്പ് സമ്മേളനത്തോട് അനുബന്ധിച്ച് ചേർന്ന ഈ കൂട്ടായ്മയുടെ ആശംസാ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ രഘുവരൻ PS അവറുകളെ ആശംസാ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു.
പിന്നെ അതുകൊണ്ട് എല്ലാവരോടും ഉള്ള ആശംസകൾ അറിയിക്കുന്നു. നമ്മുടെ രക്ഷകർത്താക്കളെയും കുട്ടികളെയും എല്ലാവരെയും ഞാൻ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഒറ്റ വാക്കിൽ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. നന്ദി രഘുവരൻ സർ. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ അനിയച്ചനെ ആശംസ വാക്കുകൾ പങ്കുവയ്ക്കുന്നതിനും തൻ്റെ പൂർവ്വകാല ഓർമ്മകളെ പങ്കുവയ്ക്കുന്നതിനും കൂടി സൗഹൃദത്തിൻ്റെയും ഔദ്യോഗികതയുടെയും പേരിൽ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഏകദേശം ജീവിതത്തിന്റെ പകുതി ആയുസ് പിന്നിട്ട് തന്നെയാണ് പടിയിറങ്ങുന്നില്ലേ. നമുക്കറിയാമല്ലോ നമ്മുടെ ആയുസ് എത്രയാണ് എന്നുള്ളത്. ഏതായാലും ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ ഇനി രോഗങ്ങളുണ്ടാകാം, ജീവിതത്തിന്റെ മറ്റ് പ്രയാസങ്ങൾ ഉണ്ടാകാം, കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അവിടെയൊക്കെ ഈ പറഞ്ഞ നിറം മങ്ങാത്ത ഒരു നല്ല മനസ്സ് അതെക്കാലവും കാത്തു സൂക്ഷിക്കുവാൻ തക്കവണ്ണം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുകയാണ്. ഒപ്പം ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് പുതിയ ചുമതലകളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെ പുതുപ്പള്ളി ഡിവിഷന്റെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട ശ്രീ ചേച്ചി, അതുപോലെ തന്നെ സാബുചാൻ പോയി പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായിട്ട് ചുമതല ഏറ്റെടുത്തു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട രഘുചേട്ടൻ തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷം ആദ്യമായിട്ടാണ് ഈ ഒരു തലത്തിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ച് ജനങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അത് ഭംഗിയായി നിറവേറ്റുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Thank you very much, Father. Now, I invite Mr. John Phillips Matthew to deliver the felicitation address. ഇന്ന് ഈ മീറ്റിംഗിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന PTA പ്രസിഡന്റ് ശ്രീ സതീഷ് KK, ദീർഘിപ്പിക്കുന്നില്ല. റിട്ടയർമെന്റിന്റെ അവസ്ഥയിലേക്ക് കടന്നു പോകുന്ന പ്രിയപ്പെട്ട ആഷ്ലി ടീച്ചറിനും പ്രിയപ്പെട്ട ജാല ടീച്ചറിനും എല്ലാവിധമായ മംഗളങ്ങൾ കൃത്യമായിട്ട് ഈ അവസരത്തിൽ നേരുവാനും ദൈവം അവരെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ഒരു അവസരം എനിക്ക് നൽകിയ മാനേജ്മെന്റിനോട്, പ്രത്യേകിച്ച് ശ്രീ സജി മാത്യു അവരോടും പ്രത്യേകമായിട്ട് ഞാൻ അറിയിക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. വളരെ മനോഹരമായ ഒരു യാത്രയപ്പ് അല്ലെങ്കിൽ വിടവാങ്ങൽ ചടങ്ങാണ് ഇവിടെ ആവിഷ്കൃതമായിരുന്നത്. പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങ് ഇത്ര സുസജ്ജമായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്ത തയ്യാറാക്കിയ ബഹുമാനപ്പെട്ട അധ്യാപകരോടും ഇതിന്റെ കൺവീനറായിട്ട് പ്രവർത്തിച്ച ശ്രീ സജിയോടും പ്രത്യേകമായിട്ട് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. Thank you, sir. ആശംസയുടെ വാക്കുകളുമായി അധ്യാപകരുടെയും അനധ്യാപകരുടെയും സ്വന്തം സഹചാരിയായ ബാൽസാറിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയരായ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, പൂർവ്വാധ്യാപകർ, സ്നേഹമുള്ള കുട്ടികൾ, രക്ഷകർത്താക്കൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഒരുപാട് വൈകാരിക നിറഞ്ഞ ഒരു അവസരത്തിലാണ്. വർഷങ്ങളായി ഈ വിദ്യാലയത്തിൽ നിലനിൽക്കുന്ന ഗുരു എന്ന നിലയിലും വഴികാട്ടിയായും നമ്മുടെ കൂടെ എപ്പോഴും നമ്മളെ നയിക്കുന്ന രണ്ട് പ്രിയപ്പെട്ട അധ്യാപികമാർ റിട്ടയറാകുന്ന ജാല ടീച്ചർ, ആഷ്ലി ടീച്ചർ ഈ സ്കൂളിൽ നിന്നും വിരമിക്കുന്ന സമയം അടുത്തെത്തിയിരിക്കുന്നു. വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ
മികവിൽ ഇവർ രണ്ടുപേരുടെയും സംഭാവനകൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. സ്കൂളിൻ്റെ സമഗ്ര വികസനമായാലും ഏത് കാര്യമായാലും നമുക്കെപ്പോഴും ഫുൾ സപ്പോർട്ടോടുകൂടി നമ്മളെ സമീപിക്കുന്ന, നമുക്കെല്ലാ സപ്പോർട്ടും തരുന്ന ഈ പ്രിയ ടീച്ചേഴ്സിൻ്റെ പരിശ്രമം വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. രണ്ട് ടീച്ചേഴ്സും എപ്പോഴും ജാല ടീച്ചറായാലും ആഷ ടീച്ചറായാലും അവരുടെ പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും നമ്മുടെ ഹൃദയങ്ങളിലാണ് രണ്ടുപേരും ഇടം നേടിയിരിക്കുന്നത്. വിരമിച്ച ശേഷമുള്ള ജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞായിരിക്കട്ടെ എന്ന് അതേപോലെ ആശംസിക്കുന്നു. താങ്ക് യു. Thank you, sir. May I now request Mr. Febin Sabu to speak on behalf of the non-teaching staff. വേദിയിലായിരിക്കുന്ന വിശിഷ്ട അതിഥികൾ, പ്രിയപ്പെട്ട ജാല ടീച്ചർ, ആഷ് ടീച്ചർ, ഇന്ന് നമ്മുടെ സ്കൂളിൻ്റെ 88ാം വാർഷികമാണല്ലോ ആഘോഷിക്കുന്നത്. ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഞങ്ങളുടെ പ്രിയ കുട്ടികൾ, മുൻ അധ്യാപകർ, അനധ്യാപകരായി കടന്നു വന്നിരിക്കുന്നവരെ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ സ്കൂളിൽ ഫംഗ്ഷൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊന്ന് പൊതുവേദിയിൽ പറയുന്നത്. അനധ്യാപകരെ പ്രതിനിധീകരിച്ച് ആരെങ്കിലും ഒരാൾ ഒരാശംസ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റാരും കേൾക്കാത്തതുകൊണ്ടാണ് ഏറ്റിരിക്കുന്നത്. ജാല ടീച്ചർ, ഞാനിവിടെ 2012 ഈ സ്കൂളിൽ നിന്ന് SSC പഠിച്ച് പാസ്സായ വ്യക്തിയാണ്. ജാല ടീച്ചർ എൻ്റെ അധ്യാപികയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ പിതാവ് ഈ സ്കൂളിലെ അനധ്യാപകനായിരുന്നു. അങ്ങനെ അവരെ രണ്ടുപേരെയും വ്യക്തിപരമായിട്ട് ഒരു നാൾക്ക് മുമ്പേ അറിയാവുന്നതാണ്. അറിയാവുന്ന നാൾ തൊട്ട് വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ആ ഒരു സ്നേഹത്തിന് ഒരു കുറവും വരാതെ കരുതലും സ്നേഹവും ഉണ്ടായിരുന്നു. ഞാനിവിടെ സ്റ്റുഡൻ്റായിട്ട് വന്നപ്പോൾ ജാല ടീച്ചർ എൻ്റെ അധ്യാപിക ക്ലാസ്സസിലൊക്കെ ആയിട്ട് സേവനമനുഷ്ഠിച്ച ആളാണ്. ആ ഒരു സ്നേഹം, കരുതലും പ്രത്യേക നോൺ ടീച്ചിങ് ആയിട്ട് 2021 സ്കൂളിൽ കയറുമ്പോൾ 2022 ടീച്ചർ HM ആയിട്ട് കയറുകയാണ്. ആ നാളെ തൊട്ട് ഇന്നീ ദിവസം വരെ വളരെ സ്നേഹത്തോടെയും കരുതലോടെയും ടീച്ചർ ഈ സ്ഥാപനത്തിലെ ഏറ്റവും മുതിർന്ന തസ്തികയിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഞാൻ ഈ സ്ഥാപനത്തിലെ ഏറ്റവും താഴത്തെ തസ്തികയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. ഒരു വേർതിരിവോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വളരെ സ്നേഹത്തോടെയും മകനെ പോലെ കരുതലും സ്നേഹത്തോടെയുമാണ് ടീച്ചറും പ്രിയപ്പെട്ട ആഷ് ടീച്ചറും ഇടപെട്ടിരിക്കുന്നത്. ഒരു വേർതിരിവും ഒരു വ്യത്യാസമൊന്നും ഇല്ലാതെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തു വരുന്നു. അതുപോലെ തന്നെ ആഷ് ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടില്ല. വളരെ സ്നേഹത്തോടെയും കരുതലോടെയും തന്നെയാണ് ആഷ് ടീച്ചറും ഇരുന്നത്. ജാഡ്സനായിട്ട് കൂടുതൽ ടീച്ചറും നോൺ ടീച്ചിങ് വിഭാഗത്തിലേക്ക് 2020 കടന്നു വന്നപ്പോൾ വളരെ സ്നേഹത്തോടെ ഞങ്ങളോട് എല്ലാവരോടും, ഞങ്ങൾ 4 പേര് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഏറ്റവും സീനിയറായിട്ട് പ്രിയപ്പെട്ട സണ്ണി ചേട്ടൻ, രണ്ടാമതായിട്ട് പ്രിയപ്പെട്ട വിൽസൺ ചേട്ടൻ, മൂന്നാമതായിട്ട് പ്രിയപ്പെട്ട ക്ലർക്കായിട്ട് സേവനം അന്വേഷിക്കുന്ന ജുബിൻ ചേട്ടൻ, 4മതായിട്ട് ഞാനുമാണ് ഇവിടെ നോൺ ടീച്ചിങ് കാറ്റഗറിയിലൂടെ ഉള്ളത്. ഞങ്ങളുടെ എല്ലാവരോടും വളരെ സന്തോഷത്തോടെ മക്കളെ പോലെ തന്നെയും സഹോദരങ്ങളെ പോലെ തന്നെ കരുതി എന്ത് കാര്യങ്ങളും ഓപ്പണായിട്ട് പറയുവാനുള്ള സ്വാതന്ത്ര്യവും സാവകാശവും ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ഇതുവരെ വഴി നടത്തി. ആഷ് ടീച്ചറും അതുപോലെ തന്നെ ടീച്ചിങ് നോൺ ടീച്ചിങ് വ്യത്യാസമില്ലാതെ ഞങ്ങളെ കരുതി. ജാലിച്ചനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ധൃതിയൊക്കെ വെക്കും, അതാണ് നമുക്ക് ഭയങ്കര ഒരിതാണ്. ഏതെങ്കിലും തരത്തിൽ നമ്മൾ 2 ജനറേഷനാണെന്ന് പറഞ്ഞാലും ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസങ്ങളോ പിണക്കങ്ങളോ വന്നെങ്കിൽ അത് അന്നേ ദിവസം രാത്രി 10 മണിക്കുള്ളിൽ പറഞ്ഞു തീർക്കുന്ന ഇതൊരു നല്ലൊരു സ്വഭാവം ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട്. ഫോൺ വിളിച്ചിട്ട് പറയും, എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ വന്നു, നീ അതൊക്കെ ക്ഷമിക്കുക, അല്ലെ നിങ്ങളങ്ങനെ ക്ഷമിക്കുക. പലരോടും അതങ്ങനെ ചെയ്യുന്നൊരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ഒരു കാര്യത്തിൽ അത് വേണമെങ്കിൽ മേശപ്പുറത്ത് 2 ദിവസമൊക്കെ വേണേൽ വെക്കാം, ആള് സ്ഥലത്തില്ലെങ്കിൽ പോലും ചെയ്തു കൊടുക്കാമെന്നാണെങ്കിൽ നമ്മളെ ആരെങ്കിലും വിളിച്ച് പറയും, അത് ചെയ്തു കൊടുത്തേക്ക്. ചിലപ്പോൾ അവിടെ സീല് മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ വീട്ടിൽ പോയി അവിടെ ഇന്ന സ്ഥലത്തിരിപ്പുണ്ട്, അത് ചെയ്തു കൊടുക്കുക, അതിനൊരു താമസം വേണ്ട എന്ന് പറയുകയും എല്ലാ കാര്യങ്ങളും കരുതലും സ്നേഹവും മറ്റുള്ളവരോടും ജാഗ്രത പുലർത്തിയിരുന്നു.
ആശ ടീച്ചറും അക്കാര്യത്തിൻ്റെ സ്നേഹവും ഞങ്ങൾക്ക് നൽകിയിരുന്നു. രണ്ടു പേർക്കും നല്ലൊരു വിശ്രമ ജീവിതം ആശംസിക്കുന്ന നോൺ ടീച്ചിങ്ങിന് എല്ലാവരുടെയും പേരിൽ ഈ സമയം നിങ്ങളെ രണ്ടു പേർക്കുമുള്ള ആശംസ അറിയിക്കുന്നു. ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട ജോൺ സാറിനെ അനിയച്ചനെ വിട്ടുപോയി. പ്രിയപ്പെട്ട സിനി മാഡം, പ്രിയപ്പെട്ട ഞങ്ങളുടെ സതീഷ് കെയൊക്കെ, ഞങ്ങളുടെ PTA പ്രസിഡന്റ്, എല്ലാവരോടൊപ്പം ഈ സ്റ്റേജ് പങ്കിടാൻ എൻ്റെ ഭാഗ്യമായി തന്നെ കരുതുന്നു. എല്ലാവർക്കും രണ്ടു പേർക്ക് പ്രത്യേകം ജാൽ ടീച്ചറിനും ആശ ടീച്ചറിനും എല്ലാവിധ ആശംസ നേരുന്നു. നിങ്ങൾ ഈ സ്കൂളിനെ ടീച്ചിങ് പദവിയിൽ നിന്ന് ഇറങ്ങിയാലും നിങ്ങൾ മാനേജ്മെൻറ്റ് തലത്തിലോട്ടാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ രണ്ടുപേരും ഓരോ പരിപാടികൾ ഒരു വർഷം നടത്തുന്നതിനുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇനി നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങൾ ഇതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യങ്ങളാണ് ഒരു സ്കൂളിന് വേണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതെല്ലാം നിങ്ങൾ മുന്നോട്ടും ഞങ്ങൾക്ക് ചെയ്തു തരുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് രണ്ടുപേർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. Thank you, Sebi. Finally, to represent the voices of the students, I invite Albin Saji of 10th standard to the podium. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, മാതാപിതാക്കളെ, പൂർവ്വ വിദ്യാർത്ഥികളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന നമ്മുടെ സ്കൂളിലെ 88ാമത് വാർഷിക ആഘോഷിക്കാനാണല്ലോ. ആനുവൽ ഡേ എന്ന് പറയുമ്പോൾ നമ്മുടെ വെറും ഒരു ആഘോഷം മാത്രമല്ല, നമ്മുടെ ഒരു വർഷത്തെ പരിശ്രമങ്ങളും വിജയങ്ങളും അനുഭവങ്ങളും ഒത്തുചേർന്ന് ആഘോഷിക്കുന്ന ഒരു പ്രത്യേകമായ ദിനമാണ്. ഈ സന്തോഷകരമായ അവസരത്തിൽ നാം പ്രത്യേകം ഓർക്കേണ്ടത് നമ്മുടെ സ്കൂളിൽ നിന്നും റിട്ടയർഡ് ആവുന്ന അധ്യാപകരെയാണ്. ഒരു വിദ്യാലയത്തിൻ്റെ ആത്മാവും അടിത്തറയും അവിടെ സേവനം ചെയ്ത അധ്യാപകരുടെ ജീവിത സമർപ്പണമാണ്. അവരുടെ സഹനവും ത്യാഗവും സ്നേഹപൂർണമായ അധ്യാപനവും ഈ സ്ഥാപനത്തെ ഇന്നത്തെ ഉയരത്തിലേക്ക് എത്തിച്ചു. അവർ നട്ടുവളർത്തിയ മൂല്യങ്ങൾ ഇന്നും നമ്മുടെ വിദ്യാലയത്തിൻ്റെ അഭിമാനമായി നിലകൊള്ളുന്നു. ഇന്ന് ഈ പാതയിൽ ഈ സ്ഥാപനത്തെ നയിക്കുന്ന എല്ലാ അധ്യാപകരും ഞങ്ങൾക്ക് പ്രചോദനമാണ്. മാതാപിതാക്കളുടെ വിശ്വാസവും പിന്തുണയും ഞങ്ങൾക്ക് ഏറെ കരുത്താണ്. ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരുടെ സഹകരണവും ഈ സ്ഥാപനത്തിൻ്റെ ശക്തിയാണ്. ഈ വിദ്യാലയത്തിൻ്റെ യഥാർത്ഥ ശക്തികളായി നിലകൊള്ളുന്ന വിദ്യാർത്ഥികളായ നമ്മൾ ഓരോരുത്തരുമാണ് നാളെയുടെ പ്രതീക്ഷയും വിജയത്തിൻ്റെ അടയാളം. നമ്മുടെ ഈ വാർഷിക ആഘോഷം സന്തോഷത്തിൻ്റെയും ഒരുമയും നിറഞ്ഞതായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ സ്കൂൾ ഇനിയും വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ആൽബിൻ. മറുവാക്കുകൾക്ക് എപ്പോഴും ഒരു വിട പറച്ചിലിൻ്റെ നൊമ്പരമുണ്ട്. വിട പറയാൻ ഒരുങ്ങി നിൽക്കുന്ന സൂര്യൻ്റെ യാത്രാമൊഴി. ഇവിടെ അറിവിൻ പ്രകാശം പറന്ന് മായാനൊരുങ്ങുമ്പോൾ നാളെയും പൂർണ്ണ തേജസ്സോടെ ഉദിച്ചുയരാമെന്ന ഉറപ്പോടെ നിലകൊള്ളുന്ന രണ്ട് തേജസ്സുകൾ, ജ്വാല ടീച്ചറും ആശ ടീച്ചറും. സ്നേഹത്തിൻ്റെ രസതന്ത്രത്തിലൂടെ കൂട്ടായ്മയുടെ ചരട് പൊട്ടാതെ പുഞ്ചിരിയോടെ ഔദ്യോഗിക കർത്തവ്യങ്ങളെല്ലാം പൂർത്തിയാക്കുന്ന ജ്വാല ടീച്ചർ. നീണ്ട 33 വർഷത്തെ ഓർമ്മകളെല്ലാം മനസ്സിലേക്ക് ഓടിയെത്തുമ്പോൾ ടീച്ചറിന്റെ മറുവാക്കുകൾക്കായി കാതോക്കാം. കണ്ടുമുട്ടിയ നാൾ മുതൽ മാതൃസ്നേഹം പകർന്ന ജ്വാല ടീച്ചറിനെ മറുപടി പ്രസംഗത്തിനായി സ്നേഹാദരങ്ങളോടെ സാദരം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, പൂർവ്വ അധ്യാപക അനധ്യാപകരെ, പൂർവ്വ വിദ്യാർത്ഥികളെ, ഈ വർഷം ടീച്ചിങ് പ്രാക്ടീസിനായിട്ട് വന്ന BEd ടീച്ചേഴ്സ്, പ്രിയ സഹപ്രവർത്തകരെ, സ്നേഹം നിറഞ്ഞ കുട്ടികളെ, ഇവിടെ ഇന്ന് നിൽക്കുമ്പോൾ സന്തോഷമുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ എനിക്ക് സങ്കടവുമുണ്ട്. കാരണം 1992 22 വയസ്സിൽ ഈ സ്കൂളിൽ ജോലിയിൽ പ്രവേശിച്ചു. ഇന്ന് 2024 മാർച്ച് 31 ഈ സ്കൂളിൽ നിന്നും ഔദ്യോഗികമായി വിരമിക്കുമ്പോൾ വയസ്സ് 56 ആയല്ലോ എന്നോർത്താണ് എനിക്ക് സങ്കടം കൂടുതൽ. എന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കുകയാണ്, വളരെ ഈ 33 വർഷമായി ഞാൻ ഈ സ്കൂളിൽ വന്ന്
പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ പഴയ കാലങ്ങളൊക്കെയാണ് ഓർക്കുന്നത്. അന്നൊക്കെ ഒന്ന് സ്റ്റേജിലേക്ക് വരാൻ പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. അയ്യോ, എങ്ങനെയാണ് സ്റ്റേജിൽ കയറി ഇരിക്കുന്നത്, എങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഒരു സ്ഥാനം കിട്ടിക്കഴിയുമ്പോൾ അതെല്ലാം തന്നെ മാറുമെന്ന് എനിക്ക് മനസ്സിലായി. ഒത്തിരി പ്രസംഗിക്കാനൊന്നും അറിയില്ല. ഞാൻ എൻ്റേതായ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഞങ്ങളോടൊപ്പം ഒരു 3-4 വർഷം മുമ്പ് പ്രവർത്തിച്ച ഞങ്ങളുടെ സ്കൂളിലേക്ക് വന്ന മനോജ് സാറ്, ഇവിടെ ക്ലർക്കായി പ്രവർത്തിച്ച അനിൽകുമാർ, ഇവരെല്ലാം ഞാൻ വിളിച്ചപ്പോൾ ഇന്നിവിടെ വന്നത് സന്തോഷത്തോടെ ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തന്നെ തോമസ് സാറ്, ജെസ്സി ടീച്ചർ, ഷിനി ടീച്ചർ, ഇവർക്ക് ഇത്രയേറെ തിരക്കുണ്ടായിട്ടും നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ഇന്നിവിടെ വന്നു. ഈ 33 വർഷത്തെ സേവനത്തിന് ശേഷം ഈ സ്കൂളിൽ നിന്ന് പോവുകയാണെങ്കിലും സ്വന്തം കുടുംബത്തിൽ നിന്ന് നമ്മൾ പോകുന്നില്ല. ഈ സ്കൂൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്വന്തം കുടുംബത്തിൻ്റെ തന്നെയാണ്. അപ്പോൾ ഒരിക്കലും ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറയാൻ പറ്റില്ല. ഔദ്യോഗികമായി വിരമിക്കുകയാണ്. ഈ നോട്ടീസ് കണ്ട് പല പേരൻസും എന്നെ വിളിച്ചു ചോദിച്ചു, ടീച്ചർ ഇനി സ്കൂളിലില്ലേ, ഈ വർഷം തീരുകയാണോ? ഒരിക്കലുമല്ല. എല്ലാവരോടും ഞാൻ പറഞ്ഞു, എന്നും എപ്പോഴും നിങ്ങളോടൊപ്പം എന്നും ഉണ്ട്. ഞങ്ങൾ ഒരു ഫെബ്രുവരി മാസത്തിൽ പിള്ളേരെ പിടിക്കാനൊക്കെ ഇറങ്ങും. അന്നേരമൊക്കെ നമ്മുടെ ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ ഇവരോടൊപ്പം എന്നും ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നു. പേരൻസിനോട് പറയുകയാണ്, ഒരിക്കലും ഇവിടെ നിന്ന് പോകുന്നില്ല. നിങ്ങൾ എന്ത് ആവശ്യങ്ങൾ വിളിച്ചാലും എല്ലാ കാര്യത്തിനും എൻ്റെയും ആശ്വ ടീച്ചറുടെയും എല്ലാം സപ്പോർട്ട് എന്നും ഉണ്ടായിരിക്കും. കഴിഞ്ഞ 33 വർഷം ഈ സ്കൂളിൽ പഠിപ്പിക്കാനുള്ള ഭാഗ്യം തന്ന ദൈവത്തോട് ഞാൻ ആദ്യമേ നന്ദി പറയുന്നു. മൂവാറ്റുപുഴയിൽ ജനിച്ചു വളർന്ന എനിക്ക് തോട്ടയ്ക്കാട് പുത്തേട്ടുകടുപ്പിൽ ഫാമിലിയിൽ മരുമകളായി വരുവാനും അതിൻ്റെ ഭാഗമായി പുത്തേട്ടുകടുപ്പിൽ അച്ഛൻ്റെ സ്കൂളിൽ വന്ന് തന്നെ കെമിസ്ട്രി എന്ന വിഷയം എടുത്തുകൊണ്ട് മാത്രം ഈ സ്കൂളിൽ 29 വർഷം അധ്യാപികയായിട്ടും തുടർന്ന് 4 വർഷം ഹെഡ് മിസ്റ്റേഴ്സായിട്ടും ജോലി ചെയ്യുവാൻ സാധിച്ചു. ഞാൻ ഈ കെമിസ്ട്രി എന്ന വിഷയം പറയാൻ പ്രത്യേക കാര്യമുണ്ട്. ഞാൻ ഡിഗ്രിക്ക് ചേർന്നപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കെമിസ്ട്രി വെച്ചു, സെക്കൻഡ് ഓപ്ഷൻ ബയോളജി വെച്ചു. എനിക്ക് ആദ്യം കോതമംഗലം മാർ അത്രേഷ്യസ് കോളേജിൽ നിന്ന് അഡ്മിഷൻ കിട്ടിയത് ബയോളജിക്കാണ്. അപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു, ആദ്യം കിട്ടിയതിന് പോയി ചേരുക, കെമിസ്ട്രി ഒന്നും നോക്കണ്ട, ഏതെങ്കിലും ഡിഗ്രിക്ക് എടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കോളേജിൽ പോയി ഡിഗ്രിക്ക് ചേർന്നു. എന്നാൽ എൻ്റെ മനസ്സിൽ എപ്പോഴും കെമിസ്ട്രി ആയിരുന്നു എനിക്കിഷ്ടം. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൽ നിന്ന് കെമിസ്ട്രിക്കുള്ള അഡ്മിഷൻ കിട്ടി. അപ്പോൾ ഞാൻ വീട്ടിൽ കടന്ന് കരഞ്ഞു, എനിക്ക് തിരിച്ച് കോലഞ്ചേരിയിൽ തന്നെ പോകണം. അപ്പോൾ എൻ്റെ പപ്പ പറഞ്ഞു, ഫീസൊക്കെ അടച്ചതാണ്, ഇനി വെറുതെ എന്തിനാണ് അങ്ങോട്ട് പോകുന്നതെന്ന്. എന്നാലും ഞാൻ ഒത്തിരി കരഞ്ഞു പറഞ്ഞതുകൊണ്ട് എന്നെ കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സിലേക്ക് കെമിസ്ട്രി എന്ന വിഷയം മെയിനായിട്ട് എടുത്ത് ഞാൻ അവിടെ പഠിക്കാൻ പോയി. അന്ന് ആ കെമിസ്ട്രി എന്ന വിഷയം എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ തോട്ടയ്ക്കാട് പുത്തേട്ടെടുപ്പിൽ കുടുംബത്തിൽ മരുമകളായിട്ട് വരികയില്ലായിരുന്നു. കാരണം 92-ൽ ഈ സ്കൂളിൽ കെമിസ്ട്രിയുടെ ഒരു വേക്കൻസി ഉണ്ട്. അന്നേരം ഞങ്ങളുടെ അച്ചാച്ചൻ, നിങ്ങൾ പലരും അറിയുന്ന കുഞ്ഞിസാറ്, മകന് കല്യാണം ആലോചിച്ചപ്പോൾ കെമിസ്ട്രി ഉള്ള പെണ്ണിനെ തന്നെ അവർക്ക് വേണം. അവർ കെമിസ്ട്രി ഉള്ള പെണ്ണിനെ തപ്പിപ്പിടിച്ച് ലാസ്റ്റ് അവരന്വേഷിച്ച് പല കെമിസ്ട്രിയുള്ള പെണ്ണിനെ തപ്പിപ്പിടിച്ച് വന്നപ്പോൾ മൂവാറ്റുപുഴയിൽ ഞങ്ങളുടെ വീട്ടിലെത്തി. അങ്ങനെ ഞങ്ങളുടെ കോളേജിൽ വന്ന് അമ്മയുടെ ഒരു ഫ്രണ്ടായിരുന്നു എൻ്റെ ഒരു അവിടുത്തെ ടീച്ചർ. അങ്ങനെ ടീച്ചറിനെ കണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചു. അവർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. എന്നെ ഇവിടെ വന്ന് ഒരു BEd പഠിപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നു ചേർന്നത്. ഒരിക്കലും ആദ്യം എനിക്കൊരു ടീച്ചറായിട്ട് വരണമെന്നൊന്നും ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ ദൈവം, ഞാൻ എടുത്തു പറയുന്നത്, ദൈവം നമുക്കൊക്കെ ഒരു വിധിച്ചിട്ടുണ്ട്, നമ്മുടെ തലയിലൊക്കെ ഒരു വര വരച്ചിട്ടുണ്ട്. അത് എത്രയാണെങ്കിലും എത്ര തേച്ചു മാഞ്ഞാലും പോകില്ല.
നമ്മളെ ദൈവം എവിടെയാക്കുന്നോ അവിടെ തന്നെ എത്ര കഷ്ടപ്പെട്ടാലും നമ്മൾ ഇവിടെ വരും. പക്ഷേ ഇവിടെ വന്നതുകൊണ്ട് ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് വളരെയധികം സപ്പോർട്ട് കിട്ടി. ഞങ്ങളുടെ അമ്മയുടെ അച്ചാച്ചൻ്റെയും ഭർത്താവിൻ്റെയും ആശു ടീച്ചറിൻ്റെ ഹസ്ബൻഡ് എല്ലാവരും ഞാനും ആശു ടീച്ചറൊക്കെ ഏതാണ്ട് 15 വർഷത്തോളം ഒരു കൂട്ടുകുടുംബത്തിൽ ഒന്നിച്ച് ജീവിച്ചു. നിങ്ങൾക്കറിയാം, ഒരു 15 വർഷം കൂട്ടുകുടുംബത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്നാലും ഞങ്ങളുടെ സ്വഭാവം ഏതാണ്ട് ഏകദേശം ഒരുപോലെയായിരുന്നു. അതുകൊണ്ട് എല്ലാ നല്ല കാര്യത്തിനും കള്ളത്തരത്തിനും എല്ലാം ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നു. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ 15 വർഷം ഒരു വീട്ടിൽ ഒരുമിച്ച് ജീവിച്ച് ഒരുമിച്ച് ഈ സ്കൂളിൽ ജോലി ചെയ്തു. അതിനുശേഷം 16ാമത്തെ വർഷമാണ് ഞങ്ങൾ വീട് വെച്ച് മാറിയത്. അതിനുശേഷമാണ് എന്നാലും ഞങ്ങൾ രാവിലെ വരുമ്പോൾ മിക്കപ്പോഴും ഞാൻ മുകളിൽ നിന്ന് കയറി വരുമ്പോഴും ആഷ്ലി ടീച്ചർ ഇവിടെ നിന്ന് വരുമ്പോഴും ഏകദേശം ഒരേ സമയത്തായിരിക്കും ഗേറ്റിൻ്റെ അവിടെ എത്തുന്നത്. അതൊക്കെ അങ്ങനെ ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാനുള്ളൊരു ഭാഗ്യം തന്നത് ഒരു ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ഞാൻ 1992 ജോലിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ഏറെ പേടിയോടെയാണ് ഈ സ്കൂളിലേക്ക് പ്രവേശിച്ചത്. കാരണം അന്ന് ഞങ്ങളുടെ അമ്മയായിരുന്നു HM ആയിട്ടിരുന്നത്. ഇവിടെ വരുമ്പോൾ അന്നൊക്കെ നമുക്കറിയാം, അമ്മായിയമ്മമാരെയൊക്കെ കുറച്ച് പേടിയാണ്. ഇന്നത്തെ പിള്ളേരെ പോലെയല്ല. അമ്മയെ കാണുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ചെറിയ ഭയമൊക്കെ ആയിരുന്നു, എങ്ങനെയാണോ ഞങ്ങളോട് എന്താണ് പറയുന്നതെന്ന്. പക്ഷെ അമ്മ എല്ലാത്തിനും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മയോടൊപ്പം എനിക്ക് 3 വർഷത്തോളം ജോലി ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം അമ്മ ഈ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്യുകയും പിന്നെ കൊച്ചുമക്കളെയൊക്കെ നോക്കി ഞങ്ങളുടെ മക്കളെയൊക്കെ നല്ല രീതിയിൽ ചെറുപ്രായത്തിൽ തന്നെ അമ്മ അവർക്ക് ബേസിക് നോളേജ് നല്ല കാര്യമായിട്ട് പറഞ്ഞു കൊടുത്തു. മലയാളമെല്ലാം അമ്മ പഠിപ്പിച്ചതുകൊണ്ടാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് അന്ന് നല്ല രീതിയിൽ മലയാളം കൈകാര്യം ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ടായത്. ഈ സമയത്ത് ഞാൻ അമ്മയെ അച്ചാച്ചനെ പ്രത്യേകമായിട്ട് സ്മരിക്കുന്നു. ഞങ്ങളുടെ ഇങ്ങനെ ഈ ജോലിയിൽ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയത് മാനേജരും നിങ്ങളുടെ എല്ലാം കുഞ്ഞുസാറായിരുന്ന ഞങ്ങളിൽ നിന്നും മൺമറിഞ്ഞു പോയ ഞങ്ങളുടെ അച്ചാച്ചൻ തന്നെയാണ്. അച്ചാച്ചനെ ഈ സമയം ഞാൻ പ്രത്യേകമായി സ്മരിക്കുന്നു. അതുപോലെ എൻ്റെ പ്രിയ അനുജൻ ആഷ്ലി ടീച്ചറിൻ്റെ ഭർത്താവ് അജി മാത്യു ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചോളം തീരാ ദുഃഖമായിരുന്നു. പിന്നീടുള്ള ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങളെ കൂട്ടത്തോടെ ചേർത്ത് പിടിച്ചത് ഞങ്ങളുടെ അച്ചാച്ചനും അമ്മയുമായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ 4 മക്കളിൽ ഇളയ മകളാണ്. ഒരു സഹോദരനും 2 സഹോദരിമാരും അമ്മയുമുണ്ട്. ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെ ഇപ്പോഴും ജീവിച്ചു വരുന്നു. എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കാനും എന്നോടൊപ്പം നിൽക്കുന്നത് എൻ്റെ ഭർത്താവായ റെജിയാണ്. ഞാൻ ഹെഡ് മിസ്ട്രസ് ആയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പേടിയാണ്, എങ്ങനെയൊക്കെ ആവും സ്കൂളിലേക്ക് നിന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്ത് പ്രശ്നമുണ്ടായാലും ഞാൻ കൂടെയുണ്ട്, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒപ്പമുണ്ടാവും. അത് ഇതുവരെ എന്നോട് ആ വാക്ക് പാലിച്ചിട്ടുണ്ട്. അതിന് റെജിയോടും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. എനിക്ക് 2 മക്കളാണുള്ളത്. മകൻ റോഹൻ കല്യാണം കഴിഞ്ഞു, മരുമകൾ അഞ്ജന, മകൾ റുമിത. ആരും സ്ഥലത്തില്ല. എൻ്റെ പഴയതും പുതിയതുമായ എല്ലാ സഹപ്രവർത്തകരെയും ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. ഇവിടെ എനിക്കിന്ന് ഒരുപാട് പേര് ഞാൻ ഇവിടെ കടപ്പെട്ടിരിക്കുന്നുണ്ട്. വന്നവരോടെല്ലാവരോടും എൻ്റെ ഇവിടെ വന്നിരിക്കുന്ന രക്ഷകർത്താക്കൾ അവർ പലരും ഞാൻ പഠിപ്പിച്ച എൻ്റെ സ്റ്റുഡൻസാണ്. അവരുടെ മക്കളെ പഠിപ്പിക്കാൻ സാധിച്ചു. അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. ഒത്തിരി പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരോടും വളരെയധികം അവരുടെ മക്കളെ ഇവിടെ വിട്ടതിൽ വളരെയധികം സന്തോഷവും നന്ദിയുമുണ്ട്. പിന്നെ ഈ സ്കൂളിൻ്റെ ബലം എന്ന് പറയുന്നത് രക്ഷകർത്താക്കളാണ്. സതീഷ് ഇവിടെ PTA പ്രസിഡന്റ് ആയപ്പോൾ തൊട്ട് നമ്മുടെ PTA വളരെ ശക്തമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇവിടെ വന്നു ചേർന്ന് പുതിയത് പഴയതെന്ന് പറയാൻ ഞാനും ആഷ്ലി ടീച്ചറും സിജി ടീച്ചറും സജിസാറൊക്കെ ഉള്ളൂ. ബാക്കി എല്ലാവരും പുതിയ ആളുകളാണ്. അവരെല്ലാവരും വളരെ ഒത്തൊരുമയോടെ ഐക്യത്തോടെ ഇവിടെ പ്രവർത്തിച്ച് ഞങ്ങളോടൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ് ഈ സ്കൂൾ ഇത്രയും നന്നായിട്ട് കൊണ്ടുപോകുന്നത്. പിള്ളേരെയൊക്കെ ഓരോ പരിപാടിയിൽ വിടാൻ എല്ലാ ടീച്ചേഴ്സും, ഇന്നത്തെ ഈ ഡാൻസിനൊക്കെ സിജി ടീച്ചർ ഒത്തിരി കഷ്ടപ്പെട്ടു. എല്ലാവരും എല്ലാ പരിപാടിക്കും ഇത്രയും ഭംഗിയായിട്ട് ഇവരിവിടെ ഈ പരിപാടി ഇത്രയും വിജയിപ്പിക്കാൻ ഈ എല്ലാ സഹപ്രവർത്തകരുടെയും വളരെ കഠിനമായ പ്രയത്നം കൊണ്ടാണ് ഇന്നത് സാധിച്ചത്. അതോടൊപ്പം എനിക്ക് വേറെ 2 പേരെ പറയാനുണ്ട്. ഒന്ന്, നമ്മുടെ ബസ് ഓടിക്കുന്ന ഷാജി ചേട്ടൻ.
3 വർഷത്തോളം ഞാൻ ഈ ഷായിച്ചേട്ടൻ ഈ സ്കൂളിൽ വണ്ടി ഓടിക്കുന്നുണ്ട്. ചേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ 3 വർഷമായിട്ട് ഒരു ദിവസം പോലും ചേട്ടൻ ഈ സ്കൂളിൽ വണ്ടി ഓടിക്കാൻ വരാതിരുന്നിട്ടില്ല. വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാലും ചേട്ടൻ്റെ വീട്ടിൽ പോയി അടുത്ത വണ്ടി എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ കുട്ടികളെ സുരക്ഷിതമായി ഇത്രയും കാലം ഒരു ബുദ്ധിമുട്ടും പറയാതെ ചേട്ടൻ നമ്മളോടൊപ്പം നിന്നിട്ടുണ്ട്. ചേട്ടനോടുള്ള പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ അജിത ചേച്ചി, നിങ്ങൾക്കെല്ലാം അറിയാം, നമുക്ക് ഉച്ചയ്ക്ക് ഏറ്റവും നല്ല ഫുഡ് തരുന്ന ആളാണ് അജിത ചേച്ചി. അതുപോലെ അജിത ചേച്ചിയും ഇത്രയും കാലമായിട്ടും ഒരു അവധി എടുത്തിട്ടില്ല. പനി വന്നാലും എന്തെങ്കിലും ഫംഗ്ഷൻ വന്നാലും ചേച്ചി ഇവിടെ വന്ന് എല്ലാം ചെയ്ത് വെച്ചിട്ടാണ് പോവുകയുള്ളൂ. എത്ര തിരക്കുണ്ടെങ്കിലും അജിത ചേച്ചി ഇവിടെ വന്ന് എല്ലാവരോടും ഇടയ്ക്കൊക്കെ അജിത ചേച്ചി ഞങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്ന് വഴക്കൊക്കെ പിടിക്കും എന്ന് പറഞ്ഞാലും അതൊക്കെ 5 മിനിറ്റും കൊണ്ട് ഞങ്ങളുടെ വഴക്കൊക്കെ അപ്പം തന്നെ മാറും. വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ അജിത ചേച്ചി എൻ്റെ സ്നേഹം അറിയിക്കുന്നു. ഇനിയുള്ള സമയവും ഇങ്ങനെ തന്നെ പോകണം. അജിത ചേച്ചിന്ന് ഞാൻ വിളിക്കേണ്ട, എന്നേക്കാൾ ഇളയതാണ്. അങ്ങനെ അജിത ചേച്ചി സാറ് പറഞ്ഞു, സ്റ്റേജിൽ ഇരുത്തുകയാണെങ്കിൽ ഞാൻ വരില്ല, താഴെ ഇരുത്തുവാണെങ്കിൽ മാത്രമേ ഞാൻ വരികയുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് സാറ്, നമ്മുടെ പ്രിയപ്പെട്ട തോമസ് സാറ് താഴെ ഇരിക്കുന്നുണ്ട്. സാറാണ് 2018 മുതൽ ഇവിടെ കയറിയപ്പോൾ ഈ പിള്ളേരുടെ വീടുകളിൽ കൂടെ പോയി കുട്ടികളെ പിടിക്കാനും അതെങ്ങനെ പോകണമെന്നും ഒക്കെയുള്ള ചില കാര്യങ്ങൾ. ഒരു ന്യൂ ജനറേഷനാണ്, നമുക്ക് ചിലപ്പോൾ ദഹിക്കില്ല ഇവർ പറയുന്ന കാര്യങ്ങൾ. അപ്പം ഞാൻ അവനോട് വഴക്ക് പിടിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ വൈകിട്ട് എനിക്ക് എന്നിലുള്ളൊരു തെറ്റ് വന്നാൽ ആരോടും ക്ഷമ ചോദിക്കാൻ എനിക്ക് മടിയില്ല. അതെയോ ക്ഷമ ചോദിച്ചതുകൊണ്ട് ഞാൻ താന്നു പോകുമെന്ന് ഒരു തോന്നലുമില്ല. നമ്മളിൽ നിന്നൊരു തെറ്റ് വന്നാൽ തീർച്ചയായിട്ടും ക്ഷമ ഞാനിപ്പോൾ ഈ വേദിയിൽ വെച്ച് ക്ഷമ ചോദിക്കുന്നു. എല്ലാവരും ഒത്തൊരുമയോടെ ഈ സ്കൂള് നന്നായി ഇനി നിങ്ങൾ കൊണ്ടുപോകണം. നിങ്ങളുടെ കയ്യിലേക്കാണ് ഈ സ്കൂൾ ഏൽപ്പിക്കുന്നത്. കാരണം ഇത്രയും കാലം കുത്തേറ്റെടുപ്പിൽ കുടുംബത്തിൽ നിന്ന് ഈ സ്കൂളിൽ ആളുകളുണ്ട്. ഞാനും ആഷിൽ ടീച്ചറുമാണ്. ഞങ്ങൾ ഒരുമിക്കുന്നതോടുകൂടി ഇനി ആ കുടുംബത്തിൽ നിന്ന് പുതിയ തലമുറയിലെ ആരും വരാനില്ല. അവരോടൊക്കെ ഞങ്ങൾ മക്കളോടൊക്കെ ചോദിച്ചതാണ് സ്കൂളിൽ കയറാൻ താല്പര്യമുണ്ടോ എന്ന്. അവർക്കൊന്നും താല്പര്യമില്ലായിരുന്നു. അപ്പം ഇനി ഈ സ്കൂള്, ഇനി ഇവിടെ ജോലി ചെയ്യുന്ന, ഇനി ഇവിടെയല്ല ടീച്ചർ സജി സാറും അടുത്ത വർഷം പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പുതിയ ആളുകളാണ്. അവരുടെ കരങ്ങളിലേക്ക് ഈ സ്കൂൾ ഏൽപ്പിച്ച് ഏറ്റവും നന്നായി ഈ സ്കൂൾ ഒരു പടിയും കൂടി മുന്നോട്ടാക്കി നിങ്ങൾ ഇത് കൊണ്ടുപോകണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. Thank you very much, Jala teacher. ആദ്യം തന്നെ ജാല ടീച്ചർ പറഞ്ഞു, അതുകൊണ്ട് കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനുമില്ല. ജാല ടീച്ചറിനെ പോലെ പ്രസംഗിക്കാനുള്ള കഴിവും എനിക്കില്ല. എങ്കിലും ചുരുക്കം ചില വാക്കുകളിൽ ഞാൻ നിങ്ങളോടുള്ള നന്ദി അറിയിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇന്നീ വേദിയിൽ നിൽക്കുമ്പോൾ നീണ്ട 31 വർഷം എത്ര വേഗത്തിൽ കഴിഞ്ഞുപോയി എന്ന് ഞാൻ ഓർത്തു പോകുന്നു. അതെ, ഈ മാർച്ച് 31-ന് ഞാൻ എൻ്റെ അധ്യാപന ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയാണ്. ഈ കാലയളവിൽ പൂർണ്ണ ആരോഗ്യവതിയായി എനിക്ക് ജോലി ചെയ്യാൻ സാധിച്ചതിന് ഞാൻ ആദ്യമേ ദൈവത്തിനോട് നന്ദി പറയുന്നു. ഞാൻ ഈ നാട്ടിലേക്ക് കുത്തേറ്റുകടുപ്പിൽ മരുമകളായി വന്നപ്പോൾ ആ വീട്ടിലെ സ്കൂളിൽ തന്നെ ബയോളജി ടീച്ചറായി 1995 ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചു. 13 വർഷം കഴിഞ്ഞപ്പോൾ ഈ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കെ 2008-ൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ 2 സംഭവങ്ങളുണ്ടായി. ഒന്ന്, എൻ്റെ പ്രിയ ഭർത്താവിൻ്റെ വേർപാടും. രണ്ടാമതായി ഡിവിഷൻ്റെ പ്രശ്നം മൂലം താൽക്കാലികമായി എനിക്കിവിടെ നിന്ന് മാറി നിൽക്കേണ്ടതായി വന്നു. അങ്ങനെ 2008-2009 കാലയളവിൽ ആലാമ്പള്ളിയിലുള്ള പൊൻകുന്ന് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും 2009-2010 കാലയളവിൽ കുമരകം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും 2010 ജൂൺ മുതൽ 2023 നവംബർ വരെ കാഞ്ഞിരപ്പള്ളിയിലെ സെൻറ് ഡൊമിനിക്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും എനിക്ക് ജോലി ചെയ്യേണ്ടതായി വന്നു. വീണ്ടും ഞാൻ എൻ്റെ പേരൻറ് സ്കൂളായ സെൻറ് തോമസിലേക്ക് വരികയും ഇവിടെ നിന്ന് എൻ്റെ അധ്യാപന ജീവിതത്തിന് വിരാമം കുറിക്കാൻ സാധിക്കുന്നു എന്നത് ഏറെ സന്തോഷം നിറഞ്ഞ കാര്യം തന്നെ. അതോടൊപ്പം ഒരേ ദിവസം തന്നെ എൻ്റെ പ്രിയപ്പെട്ട ചേട്ടത്തിയും ഈ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ്സുമായ ജാല ടീച്ചറുമായി
ഈ സ്ഥാപനത്തിൻ്റെ പടിയിറങ്ങാൻ സാധിക്കുന്നു എന്നത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. എനിക്ക് എൻ്റെ അധ്യാപന ജീവിതത്തിൽ നിന്ന് കിട്ടിയ അമൂല്യ സമ്പത്താണ് എൻ്റെ പ്രിയ ശിഷ്യഗണങ്ങൾ. ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഇപ്പോൾ വരെയുള്ള ഓരോ കുട്ടിയോടും അങ്ങേയറ്റം നീതി പുലർത്താനും അവരെ സ്നേഹിക്കുവാനും നേർവഴി നടത്താനും സാധിച്ചു എന്നതാണ് എൻ്റെ വിശ്വാസം. അതിന് ഒരു ഉദാഹരണമാണ് വേദിയിലിരിക്കുന്ന അനിയച്ചൻ. ഓരോ വിദ്യാർത്ഥിയിൽ നിന്നും ഞാൻ പഠിച്ചതും നേടിയ സന്തോഷവും ഏതൊരു ബഹുമതിയിലും വലുതാണ്. നിങ്ങളുടെ വിജയം തന്നെയാണ് ഒരു അധ്യാപിക എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം. അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകർ, അന്നു മുതൽ ഇന്നു വരെ എല്ലാവരെയും ഒപ്പം ചേർത്ത് നിർത്താൻ എനിക്ക് സാധിച്ചു എന്നത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. മറ്റ് സ്കൂളിൽ പോയപ്പോഴും നല്ല അനുഭവങ്ങൾ മാത്രമാണ് എനിക്കുണ്ടായത്. അവരിൽ ഒരാളായി അവരെന്നെ കാണുകയും സ്നേഹിക്കുകയും ചെയ്തു. അതിന് തെളിവാണ് ഇപ്പോഴും ആ സ്നേഹബന്ധങ്ങൾ തുടരുന്നത്. ഈ സ്കൂളിൽ ഞാൻ വന്ന കാലം മുതലുള്ള എല്ലാ അധ്യാപകരെയും ഞാൻ നന്ദിയോടെയും സ്നേഹത്തോടെയും ഓർക്കുന്നു. അതോടൊപ്പം ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും ഞാൻ നന്ദിയോടെയും സ്നേഹത്തോടെയും തന്നെ ഓർക്കുന്നു. കാലം മാറിയതോടെ ഞങ്ങളെല്ലാവരും നല്ല കൂട്ടുകാരായി മാറി. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എന്നെ ഞാനാക്കി മാറ്റിയ എൻ്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ എൻ്റെ റോൾ മോഡലായ അറിവിൻ്റെ പാതയിലൂടെ എന്നെ നയിച്ച മണറുകാട് മാത്യു എന്ന എൻ്റെ പപ്പയുടെ ഇളയ മകളായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയത് തന്നെ എൻ്റെ പുണ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട മമ്മിയും ഞാൻ ഈ സമയം ഓർക്കുന്നു. ഈ സ്കൂളിൻ്റെ മാനേജരും മുൻ ഹെഡ് മാസ്റ്ററുമായിരുന്ന എല്ലാവരും കുഞ്ഞിസാർ എന്ന് വിളിക്കുന്ന ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ചാച്ചൻ, ഇപ്പോഴത്തെ മാനേജരും ഈ സ്കൂളിൻ്റെ മുൻ ഹെഡ് മിസ്ട്രസുമായിരുന്ന എല്ലാവരുടെയും ജോസി ടീച്ചറായ ഞങ്ങളുടെ അമ്മ, ഇവരോട് എൻ്റെ ജീവിതം കടപ്പെട്ടിരിക്കുന്നു. എന്നും ഇവരുടെ സ്നേഹവും കരുതലും എന്നോടൊപ്പം ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ റേച്ചായൻ എന്ന് വിളിക്കുന്ന ഫിലിപ്പ് മാത്യു, ഞാൻ ചേടുത്തി എന്ന് വിളിക്കുന്ന ജ്വാല ടീച്ചർ, അവരുടെ മക്കളായ റോഹൻ, റുമിത, അഞ്ജു, എൻ്റെ സഹോദരങ്ങൾ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. പിന്നെ എൻ്റെ ഓർമ്മയിൽ ജീവിച്ചു നിൽക്കുന്നത് 18 വർഷം മുമ്പ് ഞങ്ങളെ തനിച്ചാക്കി കടന്നുപോയ എൻ്റെ പ്രിയ ഭർത്താവ് അജി മാത്യു സ്വർഗത്തിലിരുന്ന് ഈ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ സാൻഡ്രയും ഷെർവിനും എൻ്റെ മകളിലൂടെ കടന്നു വന്ന കെവിനും എല്ലാവരോടും എപ്പോഴും എൻ്റെ സ്നേഹം മാത്രം. അവർ എവിടെയായിരുന്നാലും എന്നും എപ്പോഴും ചേർത്ത് പിടിച്ച് എന്നെ കരുതി എനിക്ക് ധൈര്യം പകരുന്നു. ഇനി എനിക്ക് ആശംസ നേരാനുള്ളത് ഈ വർഷം SSLC എഴുതാൻ തയ്യാറെടുക്കുന്ന കുട്ടികളോടാണ്. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നന്നായി പഠിച്ച് നല്ലൊരു വിജയം നേടി സ്കൂളിന് അഭിമാനകരമാവുകയും ചെയ്യണം. അതിനായി ഈ 36 കുട്ടികളും പ്രാർത്ഥനയോടെ ഉത്സാഹിക്കണം. മാർച്ച് 31-ാം തീയതി ഈ സ്കൂളിൻ്റെ പടിയിറങ്ങുമ്പോൾ ഈ സ്കൂളിലെ കുട്ടികൾ, അധ്യാപകർ, അനധ്യാപകർ, പൂർവ്വ അധ്യാപകർ, രക്ഷകർത്താക്കൾ, PTA, പൂർവ്വ വിദ്യാർത്ഥികൾ, നല്ലവരായ എൻ്റെ നാട്ടുകാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അജിത ചേച്ചി, എല്ലാവരോടും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ആരോഗ്യവും വിജയം നിറഞ്ഞ ഭാവിയും ആശംസിച്ച് എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി. Thank you very much, Ashley teacher. As we reach the conclusion of our formal session, I invite Mr. Saji Matthew, Program Committee Convener, to deliver the vote of thanks. ഈ സമ്മേളനത്തിൻ്റെ യോഗാധ്യക്ഷൻ ശ്രീ സതീഷ്, കോട്ടയം ജില്ലാ പഞ്ചായത്ത് പുതുപ്പള്ളി ഡിവിഷൻ പ്രതിനിധീകരിക്കുന്ന ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി ശ്രീമതി സിനി മാത്യു, ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി അനിയച്ചൻ, വാർഡ് മെമ്പർ ശ്രീ രഘുവരൻ, മുൻ അധ്യാപകൻ ഇത്രയും പ്രിയപ്പെട്ട ജോൺ സാറ്, സർവീസിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന ജാൽ ടീച്ചർ, ആഷി ടീച്ചർ,
എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. വർഷങ്ങൾ, നീണ്ട 33 വർഷങ്ങൾ ഈ സ്കൂളിൽ നിന്ന് സേവനമനുഷ്ഠിച്ച ജാൽ ടീച്ചർക്കും അതോടൊപ്പം തന്നെ ആശു ടീച്ചർക്കും ഉചിതമായൊരു യാത്രയയപ്പ് നൽകണമെന്ന് എല്ലാവരും ഒന്നടങ്കം ആവശ്യപ്പെട്ട് ഇതുപോലെ ഒരു മീറ്റിംഗ് നമ്മൾ അടുത്ത നാളിലൊന്നും സംഘടിപ്പിച്ചിട്ടില്ല. അതിനവസരം കൈവന്നു. ഇന്ന് ഈ യോഗത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാമെന്ന് സമ്മതിച്ച നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ശ്രീ ജോഷി ഫിലിപ്പ് അവർകളാണ്. അദ്ദേഹത്തിന് പനി കാരണം 2 ദിവസമായിട്ട് റെസ്റ്റ് എടുക്കുകയാണ്. ഇനി ഒരു പരിപാടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കൂളിൽ എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് നന്ദി പ്രകാശിപ്പിക്കുന്ന ഈ യോഗത്തിൻ്റെ അധ്യക്ഷന് എത്രയും ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ സതീഷിനാണ്. ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ പേരിലും സ്കൂളിൻ്റെ പേരിലും എല്ലാവരുടെയും പേരിലുള്ളതായ നന്ദി അദ്ദേഹത്തിൻ്റെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ഈ സ്കൂളിൻ്റെ ഒരു വിദ്യാർത്ഥി, നമ്മുടെ അയൽവാസി, നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത ചാക്കോ സാറിൻ്റെ അനിയൻ്റെ മകൾ ശ്രീമതി സിനി മാത്യു അവരുള്ള, ഇനി മെമ്പറിനോടുള്ള നന്ദി സ്കൂളിൻ്റെ പേരിൽ അറിയിച്ചുകൊള്ളുന്നു. മറ്റൊരു പരിപാടി തിരക്കിലായിരുന്നാൽ ഇടയ്ക്ക് പുതുപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സാബു പുതുപ്പറമ്പിൽ അദ്ദേഹത്തിന് എറികാട് സ്കൂളിലൊരു പ്രോഗ്രാം പങ്കെടുക്കാൻ അത്യാവശ്യമുള്ള ഞാൻ പോയതാണ്. സാറിനുള്ളതായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ വാർഡിൻ്റെ മെമ്പർ ഏറ്റവും ബഹുമാനപ്പെട്ട ശ്രീ രഘുവരൻ PS മെമ്പറിനോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനി നമ്മുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന വാർഡിൻ്റെ മെമ്പറാണ്. നമ്മുടെ സ്കൂളിലെ പരിപാടികൾക്ക് അങ്ങയുടെ സാന്നിധ്യം തുടർന്നും ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുന്നു. ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി അനിയച്ച് എൻ്റെ സ്റ്റുഡൻ്റാണ്, നമ്മുടെ സമീപവാസിയാണ്. ഇപ്പോൾ കുറ്റികൾ സെന്റ് തോമസ് പള്ളിയുടെ വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അച്ഛനോട് ഉള്ളതായ നന്ദി ഈ അവസരത്തിൽ സ്കൂളിൻ്റെ പേരിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ജോൺ സാറ്, ജോൺ ഫിലിപ്സ് മാത്യു, ഞാൻ സർവീസിൽ കയറിയ കാലം മുതൽ 91 കയറിയ കാലം മുതലുള്ള സുഹൃബന്ധമാണ്. സാറ് ഇടയ്ക്കൊരു 10 വർഷം ഒമാനിലെ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി കിട്ടി പോയി. തുടർന്ന് ഈ സ്കൂളിൽ ജോയിൻ ചെയ്തിട്ടാണ് റിട്ടയർ ചെയ്തത്. സാറിൻ്റെ സഹധർമ്മിണി ഷിനി ടീച്ചറും ഈ സ്കൂളിലെ 91 ആ കാലഘട്ടത്തിൽ തൊട്ട് പരിചയമുള്ളതാണ്, അടുത്ത് അറിയാവുന്നവരാണ്. സാറിന് ഈ പ്രോഗ്രാമിൻ്റെ കമ്മിറ്റിയുടെ പേരിലായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹെഡ്മിസ്ട്രസ് ജാല ടീച്ചർ, ആഷ്ലി ടീച്ചർ, രണ്ടുപേരോടുള്ളതായ നന്ദി ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ പേരിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ ഈ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത ഏറ്റവും ബഹുമാനപ്പെട്ട OK തോമസ് സാറ് ഈ സദസ്സിലിരിക്കുന്നുണ്ട്. സാറ് സ്റ്റേജിൽ കയറിയില്ലെന്നാണ് പറഞ്ഞത്.
സാറിനോടുള്ളതായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം തന്നെ ജസ് ടീച്ചർ, ഷിനി ടീച്ചർ, ഇപ്പോൾ അമൃത സ്കൂളിൽ സേവനമനുഷ്ഠിക്കുന്ന മനോജ് സാറ്, നമ്മുടെ അനിലിപ്പോൾ MGM സ്കൂളിലാണ്. അവരോടുള്ളതായ നന്ദി, ഇപ്പോൾ ഈ സമയം കണ്ടെത്തി ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തതിന് വളരെയേറെ നന്ദിയുണ്ട്. അവരോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നീട് നന്ദി രേഖപ്പെടുത്താനുള്ളത് നമ്മുടെ സാമ്പത്തികമായിട്ട് നമ്മളെ സഹായിച്ചവർ. ഈ ഒരു പരിപാടി നടത്തണമെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം ഫിനാൻസ്. അപ്പം അത് ഞങ്ങളെ ചുരുക്കി തന്നത് ഇതിന് പരസ്യം തന്നവരാണ്. നോട്ടീസിന് പരസ്യം തന്നു. അതെല്ലാവരും പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെയാണ്. അവരോരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല, എങ്കിലും എല്ലാവരോടുള്ളതായ നന്ദി ഈ അവസരത്തിൽ സ്കൂളിൻ്റെ പേരിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ ഇന്നലെ ഡെക്കറേറ്റ് ചെയ്തവരെ, സ്റ്റേജ്, പിന്നെ തോരണം, ഇതൊക്കെ അലങ്കരിക്കാൻ വളരെയേറെ ലേറ്റായിട്ടാണ് കുട്ടികൾ വീട്ടിൽ പോയത്. അപ്പം അതിന് നേതൃത്വം നൽകിയത് ഫെബിനാണ്. പിന്നെ വിൽസന്, രാത്രി ടീച്ചറും ഉണ്ടായിരുന്നു. അവരോടുള്ളതായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ വോളണ്ടിയർ ഡ്യൂട്ടി ഭംഗിയായിട്ട് നിർവഹിച്ച സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലെ കുട്ടികൾ, അവരോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ വിനോദ്, നമ്മുടെ ഏത് പരിപാടിക്ക് ക്ഷണിച്ചാലും വിനോദ് സജീവമായിട്ട് രംഗത്തുണ്ട്. നമ്മുടെ അയൽവാസിയാണ്, പമ്പമ്പാറ സ്വദേശിയാണ്. വിനോദ് പുതുപ്പള്ളി ടുഡേ ലൈവ് ഏറ്റവും നന്നായിട്ട് അന്നന്നത്തെ വാർത്തകൾ കവർ ചെയ്യുന്ന ഒരു ചാനലിൻ്റെ ഉടമയാണ് പുതുപ്പള്ളി ടുഡേ ലൈവ്. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. വിനോദിനുള്ള നന്ദി സ്കൂളിൻ്റെ പേരിൽ രേഖപ്പെടുത്തിയിട്ടുള്ളു. പിന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ കുറേ പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. സ്കൂളിനുള്ളതായ സ്നേഹത്തെ കരുതി, റിട്ടയർ ചെയ്യുന്ന അധ്യാപകരോടുള്ളതായ ആദരവിനെ കരുതി അവരെത്തിയിട്ടുണ്ട്. അവരോടുള്ളതായ നന്ദി സ്കൂളിൻ്റെ പേരിൽ അറിയിച്ചുകൊള്ളുന്നു. പിന്നെ ടീച്ചേഴ്സ്, ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കണമെങ്കിൽ നല്ല അധ്വാനം ആവശ്യമാണ്. അവരെല്ലാവരും ഒത്തൊരുമിച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ പരിപാടി ഇവിടെ ഇത്രയും നന്നായിട്ട് സംഘടിപ്പിക്കാൻ സാധിച്ചത്. എല്ലാവരോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ അനധ്യാപകർ, അവരോടുള്ളതായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ കുട്ടികളെ രക്ഷകർത്താക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ പരിപാടി ഇവിടെ കൊണ്ട് തീരുമല്ല. ഉച്ചകഴിഞ്ഞ് കുട്ടികളുടെ കലാപരിപാടികളുണ്ട്. അതോടുകൂടി ഇന്നത്തെ പ്രോഗ്രാം കംപ്ലീറ്റ് ആവുള്ളൂ. എല്ലാ രക്ഷകർത്താക്കളോടുള്ള നന്ദി പ്രോഗ്രാം കമ്മിറ്റിയുടെ പേരിൽ അറിയിച്ചുകൊള്ളുന്നു. ആരുടെ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ, വിജയ ചേച്ചി, എല്ലാവരോടുള്ളതായ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്നും വിരമിക്കുന്നു. 1 മണിക്കൂർ ബ്രേക്കിന് ശേഷം നമ്മുടെ ഉച്ചകഴിഞ്ഞത്തെ പരിപാടി തുടങ്ങുന്നതാണ്. ഇപ്പം കുട്ടികൾക്ക് ഒരു റിഫ്രഷ്മെൻറ്റ് നൽകുന്നതാണ്. നിങ്ങൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പം നൽകുന്ന റിഫ്രഷ്മെൻ്റാണ്. നന്ദി സാർ. നമ്മുടെ ഈ സ്കൂൾ വാർഷികത്തിൻ്റെയും യാത്രയയപ്പ് സമ്മേളനത്തിൻ്റെയും ഔദ്യോഗികമായിട്ടുള്ള ഈ മീറ്റിങ്ങിൻ്റെ ആങ്കറിങ് നല്ല ഭംഗിയായിട്ട് നിർവഹിച്ച ടീച്ചേഴ്സ്, അവരുള്ളതായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഔദ്യോഗികമായിട്ടുള്ള മീറ്റിംഗ് ഇവിടെ പര്യവസാനിക്കുകയാണ്. ഉച്ചകഴിഞ്ഞ് നമ്മുടെ കുട്ടികളുടെ കലാവിരുത് ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. കൃത്യം 1:30 തന്നെ കുട്ടികൾ ഇവിടെ എത്തിച്ചേരണം. കുട്ടികൾക്ക് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവർക്കും റിഫ്രഷ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും അതിൽ പങ്കാളികളാകണം. പിന്നെ നമ്മുടെ അധ്യാപകരും അനധ്യാപകരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അധ്യാപകരും അനധ്യാപകരും ഇവിടെ നിലവിലുള്ളവരും ഇവിടെ നിന്ന് യാത്രയായിട്ടുള്ളവരുമൊക്കെ ഈ ഒരു ഫോട്ടോ സെക്ഷൻ നമ്മളിവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. അതിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു. അധ്യാപകരും അനധ്യാപകരും ഈ സ്റ്റേജിലേക്കൊന്ന് എത്തിച്ചേരണമെന്ന് അപേക്ഷിക്കുന്നു.